അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസാസ്റ്ററിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. A disaster can be defined as any occurrence that causes damage, ecological disruption, loss of human life, or deterioration of health and health services on a scale sufficient to warrant an extraordinary response from outside the affected community or area. ഒരു ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ള ഡെഫിനേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രളയം തന്നെ കേരളത്തിലുണ്ടായ 2018 പ്രളയമായിരിക്കും, അല്ലെങ്കിൽ സുനാമി, ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ മനസ്സിൽ കാണുകയാണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് അതുമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. ദാറ്റ് കോസസ് ഡാമേജ്, ഒരുപാട് ഡാമേജ് ഉണ്ടായില്ലേ. എക്കോളജിക്കൽ ഡിസ്റപ്ഷൻ, നമ്മളുടെ എക്കോളജിയെ മൊത്തത്തിൽ, നമ്മുടെ എൻവയൺമെന്റിനെ മൊത്തത്തിലുള്ള നാച്ചുറൽ ബാലൻസിനെ എല്ലാം ഡിസ്റപ്റ്റ് ചെയ്തു. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഡിറ്റീറിയേഷൻ ഓഫ് ഹെൽത്ത്, ആ സമയത്ത് ഉണ്ടായ പല ഹസാർഡുകൾ കാരണം ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ആൻഡ് ഹെൽത്ത് സർവീസസ്, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും പറ്റാത്ത കാരണം ഹെൽത്ത് സർവീസസ് ഒക്കെ ഡിസ്റപ്റ്റഡ് ആയി. ഓൺ എ സ്കെയിൽ സഫിഷ്യന്റ് ടു വാറന്റ് ആൻ എക്സ്ട്രോർഡിനറി റെസ്പോൺസ് ഫ്രം ഔട്ട്സൈഡ്. അപ്പം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ മാത്രം ബാധിക്കുന്നത്, അവരുടെ കയ്യിൽ മാത്രമോ നിൽക്കുന്നതായിട്ടുള്ള പ്രശ്നം അല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് എക്സ്ട്രോർഡിനറി സപ്പോർട്ട് ഫ്രം ഔട്ട്സൈഡ്, അല്ലെ, പുറമെ നിന്നുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും ഒക്കെ സഹായം വേണ്ടി വന്നൊരു സമയം. അത്ര ലാർജ് മാഗ്നിറ്റ്യൂഡിൽ എഫക്ട് ചെയ്തൊരു കാര്യം, അത്ര ഇമ്പാക്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം. ഓക്കെ, അതാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന, ഒരുപാട് ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കുന്ന, ഒരുപാട് ഡാമേജും ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഈവന്റ് ആണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എക്സ്റ്റേണലി ഒരുപാട് ഹെൽപ്പും റെസ്പോൺസും ഒക്കെ വേണ്ടിവരും. അടുത്തത് ഹസാർഡ്. A hazard can be defined as any phenomenon that has the potential to cause disruption or damage to people and their environment. Hazard എന്ന് പറയുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ആണ്. അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ ഡാമേജ്, ആളുകൾക്കോ എൻവയൺമെന്റിനോ ഒക്കെ ഒരു റിസ്ക് കോസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ ഹസാർഡ് എന്ന് പറയുക. അപ്പൊ ആ ഹസാർഡ് അവസാനം കൺസെപ്ഷ്യലൈസ്, അത് റിയൽ ആയിട്ട് വന്നു കഴിയുമ്പോൾ, റിയലൈസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതൊരു ഡിസാസ്റ്റർ പറഞ്ഞത്. അപ്പൊ ഹസാർഡ് എന്ന വാക്കിന് ഒരു റിസ്ക് എന്നേ അർത്ഥമുള്ളൂ. ഭാവിയിൽ അത് കാരണം ഒരു ഡിസാസ്റ്ററിലേക്ക് നമുക്ക് പോയേക്കാം, ഡിസാസ്റ്റർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഒരു പൊട്ടൻഷ്യൽ, അതായത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ഡിസാസ്റ്ററിലേക്ക് പോകാൻ സാധ്യത. ഇപ്പൊ നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെയൊക്കെ ഒരു ഹസാർഡായിട്ടല്ലേ കാണുന്നത്, എപ്പോഴെങ്കിലും അത് പൊട്ടിയ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവും. സോ ഒരു റിസ്ക് ഫാക്ടർ ആണ്. ഓക്കെ, അതാണ് ഡിസാസ്റ്ററിന്റെയും ഹസാർഡിന്റെയും ഡിഫറൻസ്. ഡെഫിനേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, പോയിന്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു റിസ്ക് എന്ന് പറയുമ്പോൾ അത് ഹസാർഡാണ്. അതിനൊരു ഈവന്റ്, ഇത്രയും ഡെത്തും ഡിസ്ട്രക്ഷനും കോസ് ചെയ്യുന്ന ഈവന്റ് എന്ന് പറയുമ്പോൾ അത് ഡിസാസ്റ്റർ ആണ്. On the whole, morbidity which results from disaster can be classified into 4 types: injuries, emotional stress, epidemic of disease, and increase in indigenous diseases. അപ്പം ഒരു ഡിസാസ്റ്റർ കാലത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരു ഡിസാസ്റ്റർ കാരണം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ, എൻവയൺമെന്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഒന്ന്, ഇഞ്ചുറീസ്. ആ സമയത്ത് ഒരുപാട് പേർക്ക് ഇഞ്ചുറി ഉണ്ടാവും, ഫിസിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഇഞ്ചുറീസും ഉണ്ടാവും. 2, ഇമോഷണൽ സ്ട്രെസ്. ആളുകൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഇമോഷണൽ സ്ട്രെസ്, അവരുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും, അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഹെൽത്ത് ഹസാർഡ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ സ്ട്രെസ്. അടുത്തത്, എപ്പിഡമിക് ഓഫ് ഡിസീസ്. ആ സമയത്ത് ഹൈജീൻ ഒക്കെ കുറഞ്ഞിരിക്കുന്ന കാരണമൊക്കെ ഒരുപാട് ഡിസീസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ്. ഇൻക്രീസ് ഇൻ ഇൻഡിജിനസ് ഡിസീസ്. ഓൾറെഡി ഉണ്ടായിരുന്ന അസുഖങ്ങളുടെ തോത് കൂടുകയും ചെയ്യും. അത് ഒരുപാട് ആൾക്കാർ ക്ലോസ് ആയിട്ട് താമസിക്കുന്നത് കൊണ്ടും, അങ്ങനെ ഷെൽട്ടർ ഹോംസിലൊക്കെ താമസിക്കുന്നത് കൊണ്ടും ഒക്കെ ഇൻഡിജിനസ് ഡിസീസസ് കൂടുകയും ചെയ്യും. ഇതാണ് ഔട്ട്ലൈൻ. 4 പോയിന്റും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഡിസാസ്റ്റർ സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? There are many types of disasters such as earthquakes, cyclones, floods, tidal waves and landslides, volcanic eruptions, tornadoes, fires, hurricanes, snowstorms, severe air pollution, smog, heat waves, famines, epidemics, building collapse, toxicological accidents. Example, release of hazardous substances, nuclear accidents and warfare, etc. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചില വാക്കുകൾ, അതായത് സിവിയർ എയർ പൊല്യൂഷൻ, സ്മോഗ്, സിവിയർ എയർ പൊല്യൂഷൻ എന്നൊരു ഡിസാസ്റ്റർ ആയിട്ടാണ് കാണുന്നത്, എന്നൊന്ന് നോട്ട് ചെയ്തിരിക്കുക. പിന്നെ ഫെമൈൻ എന്ന് പറയുമ്പോൾ ആഹാരം നമുക്ക് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ, അതും ഡിസാസ്റ്റർ ആണ്.
പിന്നെ അടുത്തത് ടോക്സിക്കോളജിക്കൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വെള്ളത്തിലേക്ക് ഒരു ടാങ്ക് പൊട്ടിയിട്ട് കുറെ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് റിലീസ്ഡ് ആയി, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിയിട്ട് വെള്ളത്തിലേക്ക് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് റിലീസ് ആയി, അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റിൽ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് റിലീസ് ആയിട്ട് നമ്മൾ അത് ഇൻഹെയിൽ ചെയ്യുകയോ ഇൻജസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് പ്രശ്നം ഉണ്ടാക്കാം. അങ്ങനെയാണ് ടോക്സിക്കോളജിക്കൽ ആക്സിഡൻസ്. അപ്പൊ അതും ഡിസാസ്റ്ററിൽ വരുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തത് വാർഫെയർ. വാർഫെയർ ഇസ് എ സ്പെഷ്യൽ കാറ്റഗറി ബിക്കോസ് ഡാമേജ് ഇസ് ദ ഇന്റൻഡഡ് ഗോൾ ഓഫ് ആക്ഷൻ. അപ്പോൾ അതുപോലെ വാർഫെയർ എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഡിസാസ്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ വാർഫെയറിന്റെ ഒരു എക്സ്ട്രാ അഡീഷണൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്താണ്? വാർഫെയർ ഇസ് എ സ്പെഷ്യൽ കാറ്റഗറി എന്നാണ് യുദ്ധങ്ങളെ പറയുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് ഡാമേജ് ഇസ് ദ ഇന്റൻഡഡ് ഗോൾ ഓഫ് ആക്ഷൻ. അതായത് ഇപ്പം വെള്ളപ്പൊക്കം കാരണം ഡാമേജ് ഉണ്ടായി, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് കാരണം, മണ്ണിടിച്ചിൽ കാരണം ഡാമേജ് ഉണ്ടായി, വോൾക്കാനിക് എറപ്ഷൻ കാരണം ഡാമേജ് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു നാച്ചുറൽ ഇവന്റ് ആണ്, നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല, അത് കാരണം ഡാമേജ് ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ യുദ്ധത്തിൽ എങ്ങനെയാണ്? ഡാമേജ് ഇസ് ദ ഇന്റൻഡഡ് ഗോൾ ഓഫ് ആക്ഷൻ. ആ യുദ്ധം ചെയ്യുന്നവരുടെ ഗോള് തന്നെ ഡാമേജ് ആണ്. ആ ബിൽഡിംഗ് തകർക്കണം, ആ നഗരം തകർക്കണം, അവിടെ ഇത്രയും ആളുകളെ കൊല്ലണം എന്നുള്ള ഡാമേജ് തന്നെ ഉദ്ദേശിച്ചാണ് വോർഫെയർ ചെയ്യുന്നത്. അപ്പൊ അതൊരിക്കലും നമുക്ക് എന്തല്ല, ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യമല്ല, മനുഷ്യരുടെ കയ്യിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. ആളുകൾ ഡാമേജ് ഉദ്ദേശിച്ച് തന്നെ ചെയ്യുന്ന ഒരു ഡിസാസ്റ്റർ ആണ്. ഡിസാസ്റ്റർ വന്നു പോകുന്നൊന്നുമല്ല, ഡാമേജ് വേണം എന്ന് തന്നെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. എവറി കറ്റാസ്ട്രോഫിക് ഈവന്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അതായത് എല്ലാ ഡിസാസ്റ്ററിനും സ്വന്തം ആയിട്ട് ഓരോ സ്പെഷ്യൽ ഫീച്ചേഴ്സ് കാണും. സം ക്യാൻ ബി പ്രെഡിക്റ്റഡ് സെവറൽ hours or days beforehand, as in the case of cyclones or floods. Others, such as earthquake, occur without warning. അപ്പം വിത്തൗട്ട് വാർണിംഗ്, പ്രത്യേകിച്ച് വാർണിംഗ് ഒന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് പ്രഡിക്ഷൻസ് ഒന്നും ഇല്ലാതെ വരുന്ന ഡിസാസ്റ്റേഴ്സ് ആണ് earthquake. നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം സൈക്ലോൺ ഒക്കെ നമുക്ക് നേരത്തെ പ്രഡിക്ട് ചെയ്യാം. ഫ്ലഡ് ഒക്കെ, സൈക്ലോൺ ഒക്കെ എപ്പോഴും നമുക്ക് നേരത്തെ പ്രഡിക്ഷൻ കിട്ടുന്നുണ്ടല്ലേ, ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ വായിക്കും ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഇത് കടലിലേക്കൊന്നും പോകരുത്, മഴയ്ക്ക് സാധ്യത എന്നൊക്കെ. അപ്പൊ അതൊക്കെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ചില ഡിസാസ്റ്റേഴ്സിന് പ്രഡിക്റ്റബിലിറ്റി കുറവാണ്. എക്സാമ്പിൾ earthquakes. The risk is greater inside or near dwellings but is very small in the open. എല്ലായ്പ്പോഴും ഒരു ഡിസാസ്റ്ററിനെ പറ്റി പറയുമ്പോൾ ഇൻസൈഡ് ഡ്വെല്ലിങ്സ്, നമ്മൾ earthquakeന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ earthquakeനെ പറ്റി പറയുമ്പോൾ വീടുകൾക്ക് അകത്തായിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടർ. പക്ഷെ ഓപ്പൺ ഏരിയയിൽ റിസ്ക് അത്രത്തോളം കൂടുതലല്ല. കോൺസിക്വന്റ്ലി earthquakes at night are more ഡെഡ്ലി. രാത്രി ഉണ്ടാകുന്ന earthquakeകളാണ് കൂടുതൽ. ഒരു earthquake ഉണ്ടാകുന്ന സമയത്ത്, ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിസ്ക് ആർക്കാണ്? വീട്ടിനകത്തിരിക്കുന്ന ഒരാൾക്കാണോ, ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാണോ? സ്വാഭാവികമായും റിസ്ക് വീട്ടിനകത്തിരിക്കുന്ന ആൾക്കാർക്കാണ്. അങ്ങനെയാണെങ്കിൽ പകലുണ്ടാകുന്ന earthquake ആയിരിക്കോ രാത്രി ഉണ്ടാകുന്ന earthquake ആയിരിക്കോ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാക്കുന്നത്, കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്നത്? അത് രാത്രി ഉണ്ടാകുന്ന earthquake ആയിരിക്കും. എന്തുകൊണ്ടാണ്? രാത്രി ഭൂരിഭാഗം ആളുകളും വീടുകളിൽ അകത്തായിരിക്കും. സോ earthquakes at night are more deadly. During the night, fracture of pelvis, thorax and spine are common because earthquake strikes while people are lying in bed. In daytime, injuries to arms and skull are കോമൺ. അതായത് ഒരാൾ രാത്രിയിലാണ് ഒരു earthquake ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ കിടക്കുകയായിരിക്കും, ആ ബിൽഡിങ്ങിന്റെ റൂഫൊക്കെ തകർന്നു വന്ന് വീഴാൻ ചാൻസ് ഉള്ള നമ്മുടെ നെഞ്ചിലേക്കും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫ്രാക്ചർ കാണുന്നത് അല്ലെങ്കിൽ ഇഞ്ചുറി കാണുന്നത് എവിടെയൊക്കെയാണ്? പെൽവിസ്, ഇടുപ്പിന്റെ ഭാഗത്ത്, തൊറാക്സ്, നെഞ്ചിന്റെ ഭാഗത്ത്, പിന്നെ സ്പൈൻ, അതായത് നമ്മുടെ മുകളിലേക്ക് ഒരു വലിയ വെയിറ്റ് ഉള്ള സാധനം വന്ന് വീഴുമ്പോൾ അതിന്റെ ആഘാതം കൊണ്ട് നട്ടെല്ലിനും ഫ്രാക്ചേഴ്സ് ഉണ്ടാവും. അതേസമയം ഡേ ടൈമിൽ നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമായിരിക്കും. അപ്പൊ ആ സമയത്ത് ഒരു സാധനം ഡയറക്റ്റായിട്ട് വന്ന് വീഴാൻ ചാൻസ് എവിടെയാണ്? തലയിലേക്കാണ്. അതുകൊണ്ട് ഹെഡ് ഇഞ്ചുറി, സ്കൾ ഇഞ്ചുറി ആണ് ഡേ ടൈമിൽ കൂടുതൽ. ഓക്കെ, അപ്പൊ earthquakeനെ പറ്റി 3 പോയിന്റ് പഠിച്ചു. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, earthquakeന്റെ സമയത്ത് റിസ്ക് ഫാക്ടർ എവിടെയാണ് കൂടുതൽ? ഇന്റീരിയറിൽ ഇരിക്കുന്ന, അതായത് ഇൻഡോർ ഇരിക്കുന്ന ആളുകൾക്കാണ് റിസ്ക് കൂടുതൽ. രണ്ടാമത്തെ പോയിന്റ്, പകലാണോ രാത്രിയാണോ earthquake കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുക? രാത്രിയാണ്, കാരണം എല്ലാവരും അകത്താണ്. അപ്പൊ എല്ലാവരുടെയും പുറത്ത് ഈ സാധനങ്ങളൊക്കെ വന്ന് വീഴാനുള്ള റിസ്ക് ഉണ്ട്. ഇനി മൂന്നാമത്, നൈറ്റ് ഉണ്ടാകുന്ന earthquakeനും ഡേ ടൈമിൽ വരുന്ന earthquakeനും ഉണ്ടാകുന്ന ഡിഫറൻസസ് അതൊന്ന് നോട്ട് ചെയ്യുക. നൈറ്റ് ടൈം ആണെങ്കിൽ കിടക്കുന്ന ആളുടെ നെഞ്ചിൽ വന്ന് വീഴും, അതുപോലെ ഇടുപ്പിലൊക്കെ വന്ന് വീഴും, അതുപോലെ സ്പൈൻ, മൊത്തത്തിൽ ബോഡി വെയിറ്റിൽ വന്ന് വീഴുന്നതുകൊണ്ട് തന്നെ സ്പൈൻ ഇഞ്ചുറി അല്ലെങ്കിൽ സ്പൈൻ ഫ്രാക്ചർ, തൊറാസിക് ബോണിന്റെ ഫ്രാക്ചർ, ചെസ്റ്റിനുണ്ടാകുന്ന ഇഞ്ചുറി, പെൽവിക് ഫ്രാക്ചേഴ്സ്, ഇതൊക്കെയാണ് കോമൺ. ഡേ ടൈമിൽ നമ്മൾ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരുന്നത് എങ്ങടേക്കായിരിക്കും? ആ സാധനം വന്ന് വീഴുന്നത് തലയിലേക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെഡ് ഇഞ്ചുറി ആയിരിക്കും കോമൺ. ആൻഡ് ഓൾസോ ഇഞ്ചുറി ഓഫ് ആംസ്. In volcanic eruptions, mortality is high in case of mudslides.
and glowing clouds. There may be injuries, burns and suffocation. വോൾക്കാനിക് എറപ്ഷന്റെ സമയത്ത് അത് കാരണം ഉണ്ടാകുന്ന മഡ് സ്ലൈഡ് കാരണമാണ്, മണ്ണിടിച്ചിൽ കാരണമാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ഇഞ്ചുറീസ്, ബേൺസ് ആൻഡ് സഫക്കേഷൻ. വോൾക്കാനിക് ഇറപ്ഷൻ കാരണം സഫക്കേഷൻ, ശ്വാസം മുട്ട്, ബേൺസ് ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. In floods, mortality is high only in case of sudden flooding. Example, flash floods, collapse of dams or tidal waves. Fracture or injuries and bruises may occur. If weather is cold, case of accidental hypothermia may occur. അപ്പോൾ ഫ്ലഡ്സിന്റെ സമയത്ത് അത് പെട്ടെന്നുണ്ടാവുന്ന ഫ്ലഡ്സ്, ഫ്ലാഷ് ഫ്ലഡ്സ് എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ അല്ലാതെ മഴ കൂടുന്നുണ്ട്, വാട്ടർ ലെവൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാം, ഒരു ഫ്ലഡിന്റെ സാധ്യത നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, കുറച്ചുകൂടി ദിവസം കഴിയുമ്പോൾ ഫ്ലഡിന്റെ സാധ്യത നമ്മൾ ഉറപ്പിച്ചു പറയുന്നു, ആൾക്കാർക്ക് അനൗൺസ്മെന്റ് ഒക്കെ കൊടുക്കുന്നു, എല്ലാവരും ഇവാക്യുവേറ്റ് ഒക്കെ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ട്. അങ്ങനെ സ്ഥിരം എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള ഏരിയസ് ഉണ്ട്. അവിടെയൊക്കെ കുറച്ചുകൂടി പ്രിഡിക്റ്റബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ റിസ്ക് കുറവാണ്. പക്ഷെ സഡൻ ഫ്ലഡ്സ് ഉണ്ട്, പെട്ടെന്ന് മഴവെള്ള പാച്ചിൽ എന്നൊക്കെ പറയും, മലയിൽ ഭയങ്കര ശക്തമായിട്ട് മഴ ഉണ്ടായിട്ട് ആ വെള്ളം എല്ലാം കൂടി ഇടിച്ചേറി ലോ ലൈങ് ഏരിയാസിലേക്ക്, പ്ലെയിൻസിലേക്കൊക്കെ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഫ്ലഡാണ്. രാത്രി ഉറങ്ങിക്കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഫ്ലഡ്, അങ്ങനെ ഫ്ലാഷ് ഫ്ലഡ്സ്. അതുപോലെ തന്നെ ഡാം പൊട്ടി ഉണ്ടാകുന്ന ഫ്ലഡ്, അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഈവന്റ് ആണ്. അതുപോലെ ടൈഡൽ വേവ്, സീയിൽ ടൈഡൽ വേവ്സ് വരുന്നത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ നേരത്തെ പറ്റാത്തതുകൊണ്ട്, ആൾക്കാർ അവെയറും പ്രിപ്പയർഡും അല്ലാത്തതുകൊണ്ട് ഇഞ്ചുറി, മോർട്ടാലിറ്റി കൂടുതൽ, ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസും മരണം ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ഫ്ലഡ്സിന്റെ സമയത്തും ഇഞ്ചുറീസും ബ്രൂയിസസും, മുറിവുകളും ഫ്രാക്ചറും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ കോൾഡ് വെതർ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ആണ് ഹൈപ്പോതെർമിയ. കോൾഡ് വെതർ കാരണം നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഹൈപ്പോ, കുറവ്, തെർമിയ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന ആക്സിഡൻസ് കോൾഡ് വെതറിൽ കാണാം. ഇൻ സൈക്ലോൺസ് ആൻഡ് ഹരിക്കെയിൻസ് മോർട്ടാലിറ്റി ഈസ് നോട്ട് ഹൈ അൺലെസ് ടൈഡൽ വേവ്സ് അക്കർ. ദ കമ്പൈൻഡ് ഇഫക്ട് ഓഫ് വിൻഡ് ആൻഡ് റെയിൻ മേ കോസ് ഹൗസസ് ടു കൊളാപ്സ്. സൈക്ലോൺസ് വരുന്ന സമയത്ത് അതിന്റെ കൂടെ ശക്തമായിട്ടുള്ള കടലിലുള്ള ടൈഡൽ വേവ്സും കൂടെ വരുമ്പോഴാണ് സൈക്ലോൺസ് ഏറ്റവും കൂടുതൽ ഡാമേജ് ആവുന്നത്, ഡിസാസ്ട്രസ് ആവുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം കാറ്റ് മാത്രം കൊണ്ട് അത്രയും റിസ്ക് ഉണ്ടാവാറില്ല. അതേപോലെ വിൻഡും റെയിനും ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ കമ്പൈൻഡ് ഇഫക്റ്റ് കൊണ്ട് ബിൽഡിങ്സ് ഒക്കെ കൊളാപ്സ് ആവാം. ലാർജ് നമ്പർ ഓഫ് ഓബ്ജക്ട്സ് മേ ബി ലിഫ്റ്റഡ് ഇൻ ദെയർ ആൻഡ് ക്യാരിഡ് അലോങ് വിത്ത്. അതേപോലെ വീടുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൻഡ് അങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകും, കാറ്റത്ത് പറന്നുപോയി, അങ്ങനെയും ആളുകൾക്ക് ഇഞ്ചുറി ഉണ്ടാവും. ഇതൊക്കെ ജസ്റ്റ് വായിച്ചിരുന്നാൽ മതി. അണ്ടർലൈൻ ചെയ്തേക്കുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യാം. ഇൻ ഡ്രോട്ട് എന്ന് പറയുമ്പോൾ വരൾച്ചയാണല്ലോ, ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി തീരെ വെള്ളമൊന്നും കിട്ടാത്ത അവസ്ഥ. മോർട്ടാലിറ്റി മേ ഇൻക്രീസ് കൺസിഡറബിൾ ഇൻ ഏരിയാസ് വെയർ ഡ്രോട്ട് കോസസ് famines, in which case there may be protein calorie malnutrition and vitamin deficiencies, particularly vitamin A deficiency leading to xerophthalmia and blindness. ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ സിവിയർ ആയിട്ടുള്ള ഭയങ്കര തീവ്രമായ വരൾച്ചയാണ്. അങ്ങനെ വരൾച്ച ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ആളുകൾക്ക് വെള്ളം കിട്ടാനില്ല, വെള്ളമില്ല. ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് ഇറിഗേഷനുള്ള വെള്ളമൊക്കെ കിട്ടാൻ ഡെയിലി ആക്ടിവിറ്റീസിന് കിട്ടും. പിന്നെ പിന്നെ ഡെയിലി ആക്ടിവിറ്റീസിന് പോലും കിട്ടാനില്ല, ക്രോപ്സിന് വെള്ളം കിട്ടാറില്ല. അങ്ങനെ ക്രോപ്സ് എല്ലാം നശിക്കുന്നു, ഹാർവെസ്റ്റ് എല്ലാം നശിക്കുന്നു, കന്നുകാലികളൊക്കെ ചാവുന്നു. അപ്പം നാച്ചുറലി ആളുകൾക്ക് എന്ത് കിട്ടാതെ ആവും? ന്യൂട്രീഷൻ കിട്ടാതെ, അങ്ങനെ നറിഷ്മെന്റ് കിട്ടാതെ ഡ്രൗട്ട് എന്തിലേക്ക് എത്തിക്കും? ഫെമൈനിലേക്ക് എത്തിക്കും, അതായത് ആഹാരം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് ആഹാരം ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോൾ എന്തുണ്ടാവും? പ്രോട്ടീൻ കാലറി മാൽ ന്യൂട്രീഷൻ വരും, പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടാതെ വരും ശരീരത്തിൽ. അതുപോലെ തന്നെ വിറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന വിറ്റമിൻ ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം സെറോഫ്താൽമിയ, ഡ്രൈ ഐസ്, കണ്ണ് ഡ്രൈ ആവുന്നതാണ് സെറോഫ്താൽമിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അതേപോലെ ബ്ലൈൻഡ്നെസ്സും ഉണ്ടാവും. വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡ്രൗട്ട് സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഡെഫിഷ്യൻസി, ഏത് വിറ്റമിൻ ഡെഫിഷ്യൻസിയാണ് ഡ്രൗട്ട് സമയത്ത് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ വിറ്റമിൻ എ ഡെഫിഷ്യൻസി. ഫെമൈൻ സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള വിറ്റമിൻ ഡെഫിഷ്യൻസി ഏതാന്ന് ചോദിച്ചാലും വിറ്റമിൻ എ ഡെഫിഷ്യൻസി. അല്ലെങ്കിൽ ഡ്രൗട്ടിന്റെ സമയത്ത് കാണുന്ന ഡിസീസുകൾ, സെറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, എന്തുകൊണ്ട്? വിറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ട്. ഫെമൈനിന്റെ സമയത്ത് കാണാൻ ചാൻസ് ഉള്ള ഡിസീസുകൾ സെറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഡ്രൗട്ട് കാരണം ഫെമൈൻ ഉണ്ട്, ഫെമൈൻ കാരണം ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, അതിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, അത് കാരണം സെറോഫ്താൽമിയ, ബ്ലൈൻഡ്നെസ്. ഇനി ഇൻ ഫെമൈൻ കണ്ടീഷൻസ് മീസിൽസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഡയറിയ അക്കമ്പനീഡ് ബൈ ഡീഹൈഡ്രേഷൻ മേ ബ്രിങ് അബൌട്ട് മാസീവ് ഇൻക്രീസ് ഇൻ ഇൻഫന്റ് മോർട്ടാലിറ്റി. അതേപോലെ ഫെമൈൻ ഉണ്ടാകുന്ന സമയത്ത് മീസിൽസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഡയറിയ ഇതൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ്, കാരണം ഓവറോൾ ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്നു. അക്കമ്പനീഡ് ബൈ ഡീഹൈഡ്രേഷൻ, അതുപോലെ വെള്ളം കിട്ടാതെ വരുമ്പോൾ ഡീഹൈഡ്രേഷനും ഉണ്ടാവും.
അപ്പൊ അതൊക്കെ കാരണം ഇൻഫന്റ് മോർട്ടാലിറ്റി, കുഞ്ഞുങ്ങളിൽ മോർട്ടാലിറ്റി ഉണ്ടാകാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. വെൻ പീപ്പിൾ മൈഗ്രേറ്റ് ആൻഡ് സെറ്റിൽ ഡൗൺ ഓൺ ഔട്ട്സ്കേർട്സ് ഓഫ് ഫെമൈനേറ്റ് ഏരിയാസ്, അപ്പൊ എന്ത് പറ്റും, ഒരു സ്ഥലത്ത് തീരെ ആഹാരം കിട്ടാനില്ല, ഭയങ്കരമായിട്ട് ആഹാരവും വെള്ളമൊന്നും കിട്ടാനില്ലാത്തപ്പോൾ ആളുകൾ അവിടുന്ന് എല്ലാം ഇട്ടെറിഞ്ഞിച്ച് പോയി കിട്ടുന്ന റിസോഴ്സസ് ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് സെറ്റിൽ ആവും. അപ്പോൾ ഏതെങ്കിലും ക്യാമ്പിലോ ടെന്റ് അടിച്ചോ ഒക്കെ ആയിരിക്കും അവർ താമസിക്കുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും സാഹചര്യം, പുവർ ഹൈജീൻ, ആവശ്യത്തിന് വൃത്തി ഉണ്ടാവത്തില്ല, സാനിറ്റേഷൻ ഉണ്ടാവത്തില്ല, ഓവർ ക്രൗഡിങ്, ഒരുപാട് ആൾക്കാർ ഒരു ചെറിയ ഏരിയയിൽ താമസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ഓവർ ക്രൗഡിങ് വരുമ്പോൾ എപ്പോഴും ഇൻഫെക്ഷസ് ഡിസീസിന്റെ സ്പ്രെഡിനുള്ള ചാൻസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ സ്പ്രെഡിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദ സ്പ്രെഡ് ഓഫ് എൻഡമിക് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, എക്സാമ്പിൾ ട്യൂബർകുലോസിസ്, പാരസിറ്റിക് ഡിസീസസ് ആൻഡ് മലേറിയ. അപ്പൊ ഫെമൈൻ ലൈക്ക് കണ്ടീഷൻസിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഡിസീസ് അല്ലെങ്കിൽ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ള ഡിസീസ് ഏതൊക്കെയാണ്, ട്യൂബർകുലോസിസ്, പാരസിറ്റിക് ഡിസീസസ് ആൻഡ് മലേറിയ. അതിന് കാരണം എന്താണ്, ഓവർ ക്രൗഡിങ് ആൻഡ് പുവർ ഹൈജീൻ. There are three fundamental aspects of disaster management. അപ്പൊ നമ്മളിപ്പോ ഡിസാസ്റ്ററിനെ പറ്റി ഓവറോൾ ഒരു ഐഡിയ കിട്ടി, ചില ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കി. ഇനി 3 ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് വരുന്ന 3 ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ആണ്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതായത് നമ്മൾക്ക് ഇതിനെയൊക്കെ പ്രതികരിക്കണമല്ലോ, കൺട്രോൾ ചെയ്യണമല്ലോ, ഇങ്ങനത്തെ ദുരന്ത നിവാരണം എന്ന് പറയും ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ അതിനകത്ത് വരുന്ന 3 ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഡിസാസ്റ്റർ റെസ്പോൺസ്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. ഡിസാസ്റ്റർ റെസ്പോൺസ്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് മിറ്റിഗേഷൻ, RPM. ഡിസാസ്റ്റർ RPM, വളരെ സ്പീഡിൽ ആക്ട് ചെയ്യണം. ഡിസാസ്റ്റർ റെസ്പോൺസ്, രണ്ടാമത് റെസ്പോൺസ് പറയുമ്പോൾ നമ്മൾ ആക്ട് ചെയ്യുന്നത്, പ്രിപ്പയർഡ്നെസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ പ്രിപ്പയർ ആണ് അതിന്റെ ഇമ്പാക്ടിനെ പ്രിവെന്റ് ചെയ്യാൻ, ആൻഡ് മൂന്നാമത് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. ഈ മൂന്നുമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വരുന്ന മെയിൻ 3 ആസ്പെക്ട്സ്. അത് പഠിക്കേണ്ടതാണ് പേരുകൾ. ഈ ടേബിള് നമ്മുടെ ടെക്സ്റ്റിലുള്ള ടേബിളാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. ഷോർട്ട് ടേം ഇഫക്ട്സ് ഓഫ് മേജർ ഡിസാസ്റ്റേഴ്സ്. ആദ്യമേ എർത്ത് ക്വേക്ക് എടുക്കുകയാണ്. എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോഴത്തേക്കും ഡെത്ത്, ഒരുപാട് ഡെത്ത്, മെനി ഡെത്ത് ഉണ്ടാവുന്നു. സിവിയർ ഇഞ്ചുറീസ് റിക്വയറിംഗ് എക്സ്റ്റെൻസീവ് ട്രീറ്റ്മെന്റ്, ഇഞ്ചുറീസും ഒരുപാട് ഉണ്ടാവുന്നു. ഇൻക്രീസ് റിസ്ക് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അത്രത്തോളം കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ റിസ്ക് പറയുന്നില്ല. ഡാമേജ് ടു ഹെൽത്ത് ഫെസിലിറ്റീസ്, അതായത് ഹോസ്പിറ്റലുകളിലൊക്കെ ഡാമേജ് ആയി പോകുന്നത് സിവിയർ ആണ്, കാരണം എർത്ത് ക്വേക്ക് അല്ലേ, ബിൽഡിംഗ് ഒക്കെ കൊളാപ്സ് ആയിപ്പോ. ഡാമേജ് ടു വാട്ടർ സിസ്റ്റംസ് ആൻഡ് ഫുഡ് ഷോർട്ടേജ്, റെയർ. അതായത് എർത്ത് ക്വേക്ക് കാരണം ഫുഡ് ഷോർട്ടേജ് വരാനുള്ള ചാൻസ് കുറവാണ്. മെയിനായിട്ട് ഈ ഡാമേജ്, ബിൽഡിംഗ് ഡാമേജ് ഒക്കെ ഉണ്ടാകും. മേജർ പോപ്പുലേഷൻ മൂവ്മെന്റ്സ്, റെയർ. അതേപോലെ തന്നെ പോപ്പുലേഷൻ മൂവ്മെന്റ്, ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഇതുപോലെ വേറൊരു സ്ഥലത്ത് പോയി എല്ലാവരും കൂടെ ഓവർ ക്രൗഡ് ചെയ്യാനൊക്കെ ഉള്ള റിസ്ക് കുറവാണ്. കാരണം എർത്ത് ക്വേക്ക് അല്ലേ, ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യുക, ആളുകൾ അതിനകത്ത് ട്രാപ്ഡ് ആയിരിക്കും, പുറത്തേക്ക് രക്ഷപ്പെട്ടാലും റോഡുകളൊക്കെ ബ്ലോക്ക്ഡ് ആയിരിക്കും. അതുപോലെ അടുത്തത് ഹൈ വിൻഡ്സ് വിത്തൗട്ട് ഫ്ലഡിങ് ഇല്ലാതെ ഭയങ്കര ശക്തമായ കാറ്റുകൾ, സൈക്ലോൺ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഡെത്ത്. അവിടെയും ഡെത്ത് ആക്ച്വലി ഫ്യൂ ആണ്, വലിയ വിത്തൗട്ട് ഫ്ലഡിങ് ആണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഡെത്ത് ഫ്യൂ ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വിത്ത് ഫ്ലഡിങ് പഠിക്കും. ഫ്ലഡ്സ് വരുമ്പോൾ ഡെത്ത് കൂടും, പക്ഷെ വിൻഡ് മാത്രം കാരണം ഡെത്തുകൾ കുറവാണ്. അതേപോലെ തന്നെ ഇഞ്ചുറീസ് മോഡറേറ്റ്, ഒരുപാടില്ല എന്നാൽ ഇഞ്ചുറീസ് ഉണ്ട്. ഡാമേജ് ടു ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇവിടെയും വിൻഡ് കാരണം ബിൽഡിങ്സ് തകരാൻ ചാൻസ് ഉണ്ട്. ഡാമേജ് ടു വാട്ടർ സിസ്റ്റംസ് ആൻഡ് ഫുഡ് ഷോർട്ടേജ്, അത് ഇവിടെ ഉണ്ടാവാറില്ല. അടുത്തത് മേജർ പോപ്പുലേഷൻ മൂവ്മെന്റ്സ്, റെയർ ആണ്. പോപ്പുലേഷന്റെ മൂവ്മെന്റ് ഭയങ്കര ശക്തമായിട്ട് കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് മൂവ്മെന്റ് ചെയ്യാൻ ചാൻസ് ഇല്ല, അപ്പൊ അതും കുറവാണ്. അടുത്ത ടൈഡൽ വേവ്സ് ഓർ ഫ്ലാഷ് ഫ്ലഡ്സ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഫ്ലഡ്സ് കാരണം ഡെത്ത് ഒരുപാട് ഉണ്ടാവും. ഇഞ്ചുറീസ് കുറവായിരിക്കും. പൊട്ടൻഷ്യൽ റിസ്ക് ഫോളോയിങ് ഓൾ മേജർ ഡിസാസ്റ്റേഴ്സ്, പ്രോബിലിറ്റി റൈസിംഗ് വിത്ത് ഓവർ ക്രൗഡിംഗ് ആൻഡ് ഡിറ്ററേറ്റിംഗ് സാനിറ്റേഷൻ. കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ റിസ്ക് വളരെ കൂടുതലായിരിക്കും. അതായത് ആളുകൾ കൂടുതൽ ഓവർ ക്രൗഡിങ് ചെയ്യുന്തോറും ഫ്ലഡ്സ് ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും വെള്ളം വന്നത്, അപ്പം റിസ്ക് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഭയങ്കര ഹൈ ആണ്. ഡാമേജ് ടു ഹെൽത്ത് ഫെസിലിറ്റീസ്, ഒരുപാട് ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായ ഡാമേജ് കാണും, ചില സ്ഥലങ്ങളിൽ അത്ര ഡാമേജ് കാണത്തില്ല. വാട്ടർ സിസ്റ്റം, ഫ്ലഡ് വരുമ്പോൾ പിന്നെ വാട്ടർ സിസ്റ്റം എല്ലാം ഡാമേജ്ഡ് ആവുമല്ലോ. പിന്നെ ഫുഡ് ഷോർട്ടേജ്, അതും കോമൺ ആണ് ഫ്ലഡ് ഉണ്ടാകുമ്പോൾ, കാരണം അവിടെ സിവിയർ ട്രാൻസ്പോർട്ടേഷൻ എഫക്റ്റഡ് ആകുന്നുണ്ട്, ആളുകൾക്ക് നടന്നു പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അടുത്ത സ്ലോ ഓൺസെറ്റ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചായിട്ട് വാട്ടർ ലെവൽ കൂടുന്നു, നമുക്കറിയാം, നമുക്ക് പ്രിപ്പയർഡ് ഇരിക്കാനുള്ള ടൈം കിട്ടുന്നു. അങ്ങനത്തെ ഫ്ലഡ്സിലും ഡെത്ത് കുറവായിരിക്കും. നമ്മൾ കൂടുതൽ പ്രിപ്പയർഡ് ആണ്, അപ്പൊ ഡെത്ത് കുറവാണ്, ഇഞ്ചുറീസ് കുറവാണ്. അവിടെയും
അസുഖങ്ങൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. വാട്ടർ ഹെൽത്ത് ഫെസിലിറ്റീസിനൊക്കെ ഡാമേജ് ഉണ്ടാവാം. അത് ഇപ്പോൾ ഹോസ്പിറ്റൽസിനകത്തൊക്കെ വെള്ളം കയറി അങ്ങനെ ഇലക്ട്രിക് സപ്ലൈ ഒക്കെ നഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ ഉള്ള ഡാമേജ് ഉണ്ടാവാം. പിന്നെ ഫുഡ് ഷോർട്ടേജ് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ വാട്ടർ സിസ്റ്റത്തിനൊക്കെ ഉണ്ടാകുന്ന ഡാമേജ് ലൈറ്റ് ആണ്, കുറവാണ്. മേജർ പോപ്പുലേഷൻ മൂവ്മെന്റ്സ് കോമൺ, ജനറലി ലിമിറ്റഡ്. പോപ്പുലേഷൻ മൂവ്മെന്റ്, ആളുകൾ മൂവ് ചെയ്യും, കാരണം നമുക്ക് ഓൾറെഡി അവയർനെസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരുപാട് ഭയങ്കരമായിട്ട് ആളുകൾ മൂവ് ചെയ്യൊന്നുമില്ല, റിസ്ക് അനുസരിച്ച് ഉള്ള മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ലാൻഡ് സ്ലൈഡ്സ്, പെട്ടെന്ന് മണ്ണിടിച്ചിൽ, അവിടെയും ഡെത്തിന്റെ റിസ്ക് വളരെ കൂടുതലാണ്. പിന്നെ സിവിയർ ഇഞ്ചുറീസ് കുറവാണ്, അതായത് ഇഞ്ചുറീസ് കംപ്ലീറ്റ്ലി കുറവാന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാവും, എന്നാലും കൂടുതൽ ആളുകളും ഡെത്ത് ആയി പോകാനാണ് ചാൻസ്. പിന്നെ ഡാമേജ്ഡ് ബിൽഡിങ്സ് ഉണ്ടാവും, സിവിയർ ബട്ട് ലോക്കലൈസ്ഡ്, അതായത് ഡാമേജ്ഡ് വാട്ടർ സിസ്റ്റം ഉണ്ടാവും. ഫുഡ് ഷോർട്ടേജ് റെയർ ആണ്. അടുത്തത് വോൾക്കനോസിലും ഡെത്ത് ഉണ്ടാവും, ഇഞ്ചുറീസ് കുറവാണ്. പിന്നെ സ്ട്രക്ചറിനൊക്കെ ഡാമേജ് ഉണ്ടാവും, ഫുഡ് ഷോർട്ടേജ് റെയർ ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഫുഡ് ഷോർട്ടേജ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലഡ്സിന്റെ കേസിലാണ്. ഫ്ലഡ്സ് വരുമ്പോഴാണ് ഫുഡ് ഷോർട്ടേജ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ഡെത്ത് ഈ പറഞ്ഞ എല്ലാത്തിലും കാണാം. പക്ഷെ സ്ലോ ഓൺസെറ്റ് ഫ്ലഡ്സിൽ നമുക്ക് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ആയതുകൊണ്ട് അവെയർ ആയതുകൊണ്ട് ഡെത്ത് കുറവാണ്. അതുപോലെ വിൻഡ് മാത്രമാണെങ്കിൽ ഡെത്ത് കുറവാണ്. പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ സ്പ്രെഡ്, അത് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഫ്ലഡ്സ് വരുമ്പോഴാണ്. അത് പൊട്ടൻഷ്യൽ റിസ്ക് ഫോളോയിങ് ഓൾ മേജർ ഡിസാസ്റ്റർ, ഏത് മേജർ ഡിസാസ്റ്റർ വന്നാലും കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ റിസ്ക് ഉണ്ട്. അത് ഗ്രാജുവലി കൂടുകയും ചെയ്യും. ഓവർക്രൗഡിങ് കൂടുന്നതിനനുസരിച്ച് സാനിറ്റേഷൻ കുറയുന്നതിനനുസരിച്ച് ഇതിന്റെ റിസ്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ ഫ്ലഡ്സ് ഒക്കെ വരുമ്പോഴാണ് അതിന്റെ റിസ്ക് ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. അടുത്തത്, നമ്മളൊരു ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ, ആദ്യമേ ഡിസാസ്റ്റർ ഇമ്പാക്ട്, എവിടെയെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, അത് വോൾക്കാനിക് ഇറപ്ഷൻ ആവാം, ലാൻഡ് സ്ലൈഡ് ആവാം, എന്തും ആവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റെസ്പോൺസ്. നമ്മൾ വേഗം റെസ്പോണ്ട് ചെയ്യാൻ, ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാനും അത് എങ്ങനെയെങ്കിലും അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനുള്ള ഏറ്റവും ഫസ്റ്റ് നമ്മളുടെ റിയാക്ഷൻ ആണ് ഈ റെസ്പോൺസ് പറയുന്നത്. രണ്ടാമത് റീഹാബിലിറ്റേഷൻ, ആൾക്കാർക്ക് വേണ്ട പഴയ നോർമൽ ലൈഫിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇഞ്ചുറിയുടെ ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുക, വീടുകളൊക്കെ റീകൺസ്ട്രക്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷൻ, പുതിയ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് നോർമലിലേക്ക് കൊണ്ടുവരിക. അടുത്തത് മിറ്റിഗേഷൻ, അതായത് അടുത്ത ഡിസാസ്റ്റർ വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക. പ്രിപ്പയർനെസ്, ഇനി അഥവാ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുമ്പോൾ ഉള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? റെസ്പോൺസ് ആണ്. അടുത്തത് റീഹാബിലിറ്റേഷൻ, ആൾക്കാരെ വീണ്ടും നോർമലിലേക്ക് കൊണ്ടുവരിക, അതാണ് റീഹാബിലിറ്റേഷൻ. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ബിൽഡിങ്സിനെയൊക്കെ നോർമലിലേക്ക്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നോർമലിലേക്ക് കൊണ്ടുവരിക. ഇതാണ് റിക്കവറി ഫേസ് ആഫ്റ്റർ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ കഴിഞ്ഞ് കാണുന്ന 3 കാര്യങ്ങളാണ് റെസ്പോൺസ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ. ഇപ്പം നമ്മുടെ പ്രളയം തന്നെ എടുത്തതിന് ഏറ്റവും ആദ്യം നമ്മൾ എവിടേക്കാണ് ആളുകൾക്ക് പ്രശ്നമെന്ന് മനസ്സിലാക്കി കൺട്രോൾ റൂം വഴിയൊക്കെ ഇൻഫർമേഷൻ കിട്ടി ബോട്ട് കൊണ്ടുപോയി ആൾക്കാരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുത്തതാണ് ഫസ്റ്റ് റെസ്പോൺസ്. അത് കഴിഞ്ഞ് അവരെ ഏതെങ്കിലുമൊക്കെ സെന്റേഴ്സിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്ത് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാണ് റീഹാബിലിറ്റേഷൻ. അത് കഴിഞ്ഞ് അവർക്ക് വീടുകൾ വെച്ച് കൊടുത്ത് റോഡൊക്കെ കൺസ്ട്രക്ട് കൊടുക്കുമ്പോൾ റീകൺസ്ട്രക്ഷൻ. ഈ 3 റിക്കവറി ഫേസ് ആഫ്റ്റർ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ഫേസിൽ കാണുന്നത്. ഇനി റിഡക്ഷൻ ഫേസ് ബിഫോർ എ ഡിസാസ്റ്റർ, റിസ്ക് റിഡക്ഷൻ ഫേസ് ബിഫോർ ഡിസാസ്റ്റർ. എന്നാൽ ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഈ പ്രളയം കഴിഞ്ഞ് നമ്മൾ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. മിറ്റിഗേഷൻ, ഇനിയും ഉണ്ടാവാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുക. ഇനി അഥവാ ഉണ്ടായാൽ അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, എല്ലാവരും സജ്ജമായിട്ടിരിക്കുക. ഇത് രണ്ടുമാണ് ബിഫോർ ഡിസാസ്റ്റർ. അപ്പൊ ബിഫോർ ഡിസാസ്റ്റർ വരുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിപ്പയർഡ്നെസ്സും മിറ്റിഗേഷനും. പ്രിപ്പയർഡ്നെസ് പറയുമ്പോൾ എല്ലാ റിസ്ക് മനസ്സിലാക്കി ഫേസ് ചെയ്യാൻ അവെയർ ആയിട്ടിരിക്കുക. മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതകളെ മാക്സിമം കുറയ്ക്കുക. ഇതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് അല്ലെങ്കിൽ ബിഫോർ ഡിസാസ്റ്റർ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ഡിസാസ്റ്റർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എന്നാൽ ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം വരുന്ന ഫേസിലാണ് റെസ്പോൺസ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ. അപ്പൊ ഈ സൈക്കിൾ ഇങ്ങനെ തന്നെ വരച്ച് മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് ലേബിൾ ചെയ്യാതെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് അത് ലേബിൾ ചെയ്യാനൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻ. അപ്പൊ റെസ്പോൺസ് ഇവിടെ കാണുന്നതിലൊന്നും, എന്നിട്ട് റീകൺസ്ട്രക്ഷൻ. അപ്പൊ എന്താ വരിക? റീഹാബിലിറ്റേഷൻ. അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിക്കവറി ഫേസിൽ വരുന്ന 3 ഫേസസ് എന്തൊക്കെയാണ്? റെസ്പോൺസ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ. റിസ്ക് കുറയ്ക്കുന്ന ഫേസിൽ എന്തൊക്കെയാണ് വരുന്നത്? മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ്.
Disaster impact and response. Medical treatment for large number of casualties is likely to be needed only after certain type of disaster. Most injuries are sustained during the impact and thus greatest need for emergency care occurs in the first few hours. അപ്പം ഒരുപാട് പേർക്ക് ആദ്യത്തെ ഇമ്പാക്ട്, ആദ്യത്തെ റെസ്പോൺസ് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇഞ്ചുറി കാണും, കാഷ്വാലിറ്റീസ് കാണും. അപ്പൊ അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എമർജൻസി ആയിട്ടുള്ള ഹെൽപ്പ് കൊടുക്കണം, എമർജൻസി മെഡിക്കൽ കെയർ കൊടുക്കണം. മോസ്റ്റ് ഇഞ്ചുറീസ് സസ്റ്റെയിൻ ഡ്യൂറിംഗ് ദ ഇമ്പാക്ട്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റസ്റ്റ് നീഡ് ഫോർ എമർജൻസി അക്കേഴ്സ് ഇൻ ഫസ്റ്റ് ഫ്യൂ അവേഴ്സ്. അതായത് ഒരു ഡിസാസ്റ്റർ നടന്നിട്ടുള്ള ഫസ്റ്റ് ഫ്യൂ അവേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ്, ഇഞ്ചുറീസിൻ ട്രീറ്റ്മെന്റ്, എമർജൻസി മാനേജ്മെന്റ് ഒക്കെ വേണ്ടത്. ദ മാനേജ്മെന്റ് ഓഫ് മാസ് കാഷ്വാലിറ്റീസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആൾക്കാരെ ആ സ്ഥലത്ത് പോയി റെസ്ക്യൂ ചെയ്യുക, എമർജൻസി കേസുകളിലേക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, ഇഞ്ചുറി ഉള്ളവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അതിനകത്ത് വരുന്ന ഫെർദർ സ്റ്റെപ്സ് ആണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. കണ്ടുപിടിക്കണം എവിടെ ആൾക്കാർ, എന്നിട്ട് റെസ്ക്യൂ ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് ഫസ്റ്റ് എയ്ഡ്, അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. 3 ട്രയാജ്. ട്രയാജ് എന്താ നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൾക്കാരുടെ റിസ്ക് അനുസരിച്ച് ആൾക്കാരെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ഏറ്റവും കൂടുതൽ കെയർ വേണ്ടവർക്ക് ആദ്യം കെയർ കൊടുക്കുക, അല്ലാത്തവർക്ക് കുറച്ച് കഴിഞ്ഞു കൊടുക്കുക. പ്രയോറിറ്റി അനുസരിച്ച് കെയർ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ട്രയാജ് സിസ്റ്റം. പിന്നീട് നമ്മളത് പഠിക്കും. അടുത്തത് സ്റ്റെബിലൈസേഷൻ ഓഫ് വിക്ടിംസ്. അത് കഴിഞ്ഞ ആൾക്കാരെ സ്റ്റെബിലൈസ് ചെയ്യുക. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പേഷ്യൻസ് ടു അതർ ഹോസ്പിറ്റൽസ് ഇഫ് നെസറി. ഈ മെഡിക്കൽ കെയർ ഫെസിലിറ്റിയിൽ അവർക്ക് അഡിക്വേറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവരെ ഒരു ഹയർ ബെറ്റർ മെഡിക്കൽ കെയർ സെന്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതേസമയം അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് കുറഞ്ഞെങ്കിൽ അത്രത്തോളം റിസ്ക് ഇല്ലാത്ത ജസ്റ്റ് കെയർ മാത്രം വേണ്ട ഒരു മെഡിക്കൽ കെയർ സിസ്റ്റത്തിലേക്ക് അവരെ റെഫർ ചെയ്യുക. സെർച്ച്, റെസ്ക്യൂ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ആഫ്റ്റർ എ മേജർ ഡിസാസ്റ്റർ. ദ നീഡ് ഫോർ. അപ്പൊ ഇനി നമ്മൾ ഇതിൽ ഓരോന്നും നോക്കാൻ പോവാണ്. ആദ്യത്തെ എന്താണ്? സെർച്ച്, റെസ്ക്യൂ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. സെർച്ച് ആൻഡ് റെസ്ക്യൂ, അതുപോലെ ഫസ്റ്റ് എയ്ഡ്. After a major disaster, the need for search, rescue and first aid is likely to be so great that organized relief services will be able to meet only a small fraction of the demand. അതായത് നമ്മൾ ഒരു ഡിസാസ്റ്ററിന് മുമ്പ് എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഡിസാസ്റ്റർ ആയി കഴിഞ്ഞ സമയത്ത് ആ ഫസ്റ്റ് ഫേസിൽ ഭയങ്കരമായിട്ടുള്ള റെസ്ക്യൂവും ഫസ്റ്റ് എയ്ഡിന്റെ ആവശ്യമുണ്ട്. മോസ്റ്റ് ഇമ്മീഡിയറ്റ് ഹെൽപ്പ് കംസ് ഫ്രം അൺഇഞ്ചേർഡ് സർവൈവേഴ്സ്. ഒരു ഡിസാസ്റ്റർ നടന്നു കഴിയുമ്പോൾ അവിടത്തേക്ക് റെസ്ക്യൂ വർക്കേഴ്സ് വരുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ആരായിരിക്കും? അൺഇഞ്ചേർഡ് സർവൈവേഴ്സ്. ആ സ്പോട്ടിൽ ആ സമയത്ത് തന്നെ ഹെൽപ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആരുടെ നിന്നായിരിക്കും? മോസ്റ്റ് ഇമ്മീഡിയറ്റ് ഹെൽപ്പ് കിട്ടുന്ന ആരുടെ നിന്നായിരിക്കും? ആ ഡിസാസ്റ്ററിനെ സർവൈവ് ചെയ്ത് അവിടെ തന്നെയുള്ള ഒരു എർത്ത് കൊണ്ടുപോയി ബിൽഡിംഗ് തകർന്നു വീണാൽ അത് കേട്ടറിഞ്ഞ് നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെന്റും എല്ലാരും മറ്റ് റെസ്ക്യൂ വർക്കേഴ്സും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺട്രോൾ ടീമും ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഹെൽപ്പ് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് കിട്ടുന്നതും ആരുടെ നിന്നായിരിക്കും? ആ ബിൽഡിങ്ങിൽ തന്നെ വീണ് രക്ഷപ്പെട്ട മറ്റാൾക്കാർ, അവരായിരിക്കും ഓടിപ്പോയി മറ്റാളുകളെ രക്ഷപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്ത്. അപ്പം സെർച്ച്, റെസ്ക്യൂ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഹെൽപ്പ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് അവിടുത്തെ അൺഇഞ്ചേർഡ് ആയിട്ടുള്ള സർവൈവേഴ്സിൽ നിന്ന് തന്നെ ആയിരിക്കും. Field care. Most injured persons convert spontaneously to health facilities using whatever support is available regardless of facilities operating status. അപ്പൊ ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്. പറ്റുന്ന ആളുകൾ സ്വയം തന്നെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകും. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഈ പോയിന്റ്സ് എല്ലാം തന്നെ പഠിച്ചിരിക്കണം. Providing proper care to casualties requires that the health service resource be directed to this new priority. Bed availability and surgical services should be maximized. Provision should be made for food and shelter. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഹെൽത്ത് ഫെസിലിറ്റീസ് എല്ലാവരും തന്നെ എന്ത് ചെയ്യണം? ബെഡിന്റെ അവൈലബിലിറ്റി കൂട്ടണം, സർജിക്കൽ സർവീസസ് എല്ലാം മാക്സിമൈസ് ചെയ്യണം. അതായത് ഒരേ സമയം ഒരുപാട് സർജറി ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ സജ്ജമാക്കണം. ഫുൾ ടൈം ഫംഗ്ഷനിങ് ആയിരിക്കണം. അതുപോലെ ഫുഡും ഷെൽട്ടറും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. സെന്റർ ഷുഡ് ബി എസ്റ്റാബ്ലിഷ് ടു റെസ്പോണ്ട് ടു എൻക്വയറീസ് ഫ്രം പേഷ്യൻസ്, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. കോവിഡ് വന്നാലും പ്രളയം വന്നാലും നമുക്കൊരു കൺട്രോൾ റൂം ഉണ്ടല്ലോ. എന്നിട്ട് ഈ നമ്പറൊക്കെ ന്യൂസിലൂടെയും ഫോണിലൂടെയും ഒക്കെ നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു കൺട്രോൾ റൂം എന്ന് പറയുന്നത് എന്താണ്? ഒരു സെന്റർ ആണ്. സെന്റർ ടു റെസ്പോണ്ട് ടു എൻക്വയറീസ് ഫ്രം പേഷ്യൻസ്, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. പേഷ്യന്റ് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വിളിക്കുമ്പോൾ അവർക്ക് റെസ്പോൺസ് കൊടുക്കാനുള്ള ഒരു സെന്റർ, ഒരു കൺട്രോൾ റൂം പോലെ എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും സെറ്റ് ചെയ്യണം. Priority should be given to victims' identification and adequate mortuary space should be provided. അതേപോലെ
ഓരോ വിക്ടിംസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെഷർ നമ്മൾ എടുക്കണം. ആളുകളെ കൊണ്ടുവരുന്നു, ചികിത്സിക്കുന്നു ഒക്കെ വേണം. അതിന്റെ കൂടെ ഐഡന്റിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡിസാസ്റ്റർ ആണ്, ഒരുപാട് ആളുകൾ ഒരേ സമയം റിപ്പോർട്ടിൽ, ഒരുപാട് കാഷ്വാലിറ്റീസ് ഒരേ സമയം ഉണ്ടാവും. അതിൽ ആളുകൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ഥലത്ത് ഇഞ്ചുറി ആയ ആള് തന്നെ ആയിരിക്കണം എന്നില്ല ആ സ്ഥലത്തെ ഹോസ്പിറ്റലിൽ, വേറെ എവിടെയെങ്കിലും ഉള്ള ഹോസ്പിറ്റലായിരിക്കും അയാളെ കൊണ്ടുവന്നത്. അപ്പം അഡ്രസ്സും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. റിലേറ്റീവ്സ് ആയിരിക്കണം എന്നില്ല കൊണ്ടുവരുന്നത്, ആരെങ്കിലും ഒക്കെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്യുക, നമ്മളെ കൊണ്ട് കയ്യിലുള്ള റിസോഴ്സ് വെച്ച് ഓരോ വ്യക്തിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. മോർച്ചറി സ്പേസ്, അഡിക്വേറ്റ് മോർച്ചറി സ്പേസ് ഒക്കെ റെഡിയാക്കി വെക്കുന്നത് അത്യാവശ്യമാണ്. ഇനി ട്രയാജ്. When the quantity and severity of injuries overwhelm the operating capacity of health facilities, a different approach to medical treatment must be adopted. ഇപ്പോൾ ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും വലിയ ക്വാണ്ടിറ്റിയിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് വരുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ട്രയാഡ് സിസ്റ്റം. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. The principle of first come first treated is not followed in mass emergencies. അല്ലാത്ത സമയം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി ആദ്യം വന്ന ആളെ ആദ്യം ചികിത്സിക്കും. ആ പ്രിൻസിപ്പിളിനെയാണ് പറയുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് ട്രീറ്റ്. ആദ്യം വരുന്നു, ആദ്യം ചികിത്സ കിട്ടുന്നു, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ മാസ് എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യാനേ പറ്റത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ആളെ വേണം ആദ്യം ചികിത്സിക്കാൻ. ഭയങ്കരമായ റിസ്ക് ഉള്ള, ശ്വാസം പോലും കിട്ടാത്ത, ഭയങ്കര സിവിയർ ഇഞ്ചുറിയും ബ്ലീഡിങ്ങും ഒക്കെ ബ്ലഡ് ലോസും ഒക്കെ ഉള്ള ഒരാളെ രണ്ടാമത് വന്നു എന്ന് പറഞ്ഞ ഒരു മൈനർ ഇഞ്ചുറി ഉള്ള ജസ്റ്റ് ഒരു ബാൻഡേജിങ് മാത്രം ആവശ്യമുള്ള ആളെ നമുക്ക് ആദ്യം നോക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ട്രയാസ് കൺസിസ്റ്റ് ഓഫ് റാപ്പിഡ്ലി ക്ലാസിഫൈങ് ദ ഇൻഡിവിജ്വൽസ് ഓൺ ദ ബേസിസ് ഓഫ് സിവിയറിറ്റി ഓഫ് ദർ ഇഞ്ചുറീസ് ആൻഡ് ദ ലൈക്ലിഹുഡ് ഓഫ് ദർ സർവൈവൽ വിത്ത് പ്രോംപ്റ്റ് മെഡിക്കൽ ഇന്റർവെൻഷൻ. ട്രയാഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റാപ്പിഡ്ലി ക്ലാസിഫൈയിങ് ദ ഇഞ്ചേർഡ്, വരുന്ന ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ എല്ലാം പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യും, ഓരോ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തും. എന്തിന്റെ ബേസിസിൽ? ഓൺ ദ ബേസിസ് ഓഫ് സിവിയറിറ്റി ഓഫ് ദെയർ ഇഞ്ചുറീസ്. എത്രമാത്രം സിവിയർ ആണ് അവരുടെ ഇഞ്ചുറി, അതിനനുസരിച്ച് നമ്മൾ അവരെ വേഗം ക്ലാസിഫൈ ചെയ്യുന്നു. ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ട്രയാജ്. ആൻഡ് ലൈക്ലിഹുഡ് ഓഫ് ദെയർ സർവൈവൽ വിത്ത് പ്രോംപ്റ്റ് മെഡിക്കൽ ഇന്റർവെൻഷൻ. അതായത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. മൈനർ ഇഞ്ചുറി ആണോ, മോഡറേറ്റ് ഇഞ്ചുറി ആണോ, സിവിയർ ഇഞ്ചുറി ആണോ, അതേപോലെ ചികിത്സിച്ച് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടോ, ചാൻസ് ഇല്ല, എത്രമാത്രം മെഡിക്കൽ കെയർ വേണം. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആളുകളെ പല കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രൊസീജിയറിന്റെ പേരാണ് ട്രയാഡ് സിസ്റ്റം. അത് എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്? മാസ് എമർജൻസീസ്, ഡിസാസ്റ്റർ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് കേസുകൾ വരുന്ന എല്ലാ എമർജൻസി, അങ്ങനെ മാസ് എമർജൻസീസ് വരുമ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. It must be adopted to locally available skills. Higher priority is granted to victims whose immediate or long-term prognosis can be dramatically affected by simple intensive care. അപ്പോൾ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ സാധ്യതയുള്ള ഒരാൾക്കാണോ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ചികിത്സിച്ചിട്ട് പ്രത്യേകിച്ച് രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയും കാണാത്ത ഒരാൾക്കാണോ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ചികിത്സ കൊണ്ട്, ഇന്റൻസീവ് കെയർ കൊണ്ട്, എമർജൻസി മാനേജ്മെന്റ് കൊണ്ട് രക്ഷപ്പെടാൻ ചാൻസ് ഉള്ള ഒരാൾക്ക് തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാൾ സിവിയർലി ഇഞ്ചേർഡ്, നമുക്ക് ഭയങ്കരമായ ഇഞ്ചുറി, നമുക്ക് ചികിത്സിക്കാം എന്നൊരു പ്രതീക്ഷയില്ല, പ്രതീക്ഷയെക്കാട്ടിലും കൂടുതൽ സാധ്യതയില്ല, അങ്ങനെ ഒരാളും അതേസമയം ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ഒന്ന് ഓക്സിജൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരാൾ, രണ്ടും എമർജൻസി കണ്ടീഷനാണ്. പക്ഷെ ഈ രണ്ടാമത് വന്ന ആളെ രക്ഷപ്പെടുത്താൻ ഒരു സാധ്യത കൂടുതലാണ്. മറ്റേ ആളെ രക്ഷപ്പെടുത്താൻ കുറച്ച് സമയമേ ഉള്ളൂ, കൊണ്ടുവന്നത് ലേറ്റ് ആയിപ്പോയി, അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ആളെ രക്ഷപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇഞ്ചുറി മാത്രമല്ല നോക്കുന്നത്, പ്രോഗ്നോസിസ്, രക്ഷപ്പെടാനുള്ള സാധ്യത, അതുകൂടി നോക്കിയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. Moribund patients who require great deal of attention with questionable benefit have the lowest priority. Moribund patients മരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന പേഷ്യൻസ്, they require great deal of attention. കാര്യമായ മെഡിക്കൽ കെയറും അറ്റൻഷനും ആവശ്യമുണ്ട്. ക്വസ്റ്റ്യനബിൾ ബെനിഫിറ്റ്, എന്നാൽ ബെനിഫിറ്റ് ഉണ്ടാവുമോ അത് സംശയമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലോവസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ ട്രയാഡ് സിസ്റ്റത്തിന്റെ ആ മെക്കാനിസം മനസ്സിലാക്കണം. അതായത് ഒരാൾ സിവിയർ ഇഞ്ചുറി, നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ഇഞ്ചുറി നോക്കും, ഇഞ്ചുറി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കും, മാത്രമല്ല രക്ഷപ്പെടാനുള്ള സാധ്യത കൂടെ നോക്കും. ഇപ്പൊ സിവിയർ ഇഞ്ചുറി വന്ന ഒരാളെ നമ്മൾ, സിവിയർ ഇഞ്ചുറിയും ഇഞ്ചുറി കുറഞ്ഞ ഒരാളും വരുമ്പോൾ നമ്മൾ സിവിയർ ഇഞ്ചുറി ഉള്ള ആൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. എന്നാൽ രണ്ട് സിവിയർ ഇഞ്ചുറി ഉള്ള ആളുകൾ ഒരേ സമയം വരുമ്പോൾ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യും? രക്ഷപ്പെടാനുള്ള സാധ്യത കൂടെ കൺസിഡർ ചെയ്യും. ഭയങ്കരമായിട്ട് ഇപ്പൊ ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ട്, ഓർഗൻസ് ഒക്കെ കംപ്ലീറ്റ്ലി മ്യൂട്ടിലേറ്റഡ് ആയി പോയിട്ട്
യാതൊരു സാധ്യതയില്ല. എവിടെയോ ജീവന്റെ ഒരു തുടിപ്പ് മാത്രമുള്ള ഒരു ആളും ഒരു കയ്യോ കാലോ മാത്രം ഡാമേജ് ആയിട്ട് ബ്ലീഡിംഗ് ഉള്ള ഒരാളെ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ആൾക്കാണ് ഇഞ്ചുറി കൂടുതലെങ്കിലും രണ്ടാമത്തെ ആളെയാണ് രക്ഷപ്പെടുത്താനുള്ള സാധ്യത. ആദ്യത്തെ ആളുടെ സർവൈവൽ ചാൻസ് കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക? ആദ്യത്തെ ആൾക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. മോറിബണ്ട് പേഷ്യൻസ് who require great deal of attention with questionable benefit have lowest priority. മരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന പേഷ്യൻസ്, അവർക്ക് ഒരുപാട് അറ്റൻഷൻ വേണം, ഒരുപാട് ഇന്റൻസീവ് കെയർ വേണം, എന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ കുറവാണ്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. Triage is the only approach that can provide maximum benefit to greatest number of injured in major disaster situation. അപ്പം ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ട്രയാജ് അപ്രോച്ചിന്റെ ലക്ഷ്യം എന്താണ്? മാക്സിമം ബെനിഫിറ്റ് ടു ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഇൻജേർഡ് പീപ്പിൾ ഇൻ എ മേജർ ഡിസാസ്റ്റർ. ഒരു മേജർ ഡിസാസ്റ്റർ ഉണ്ടായി, മാസ് എമർജൻസി ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഈ ട്രയാജ് സിസ്റ്റത്തിനെ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ ആദ്യം വരുന്ന ആളെ ആദ്യം നോക്കും എന്നൊക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിവിയർ ഇഞ്ചുറി ഉള്ളവരൊക്കെ അവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. മൈനർ ഇഞ്ചുറി ഉള്ളവരാണ് ആദ്യം വരുന്നെങ്കിൽ അവർ പ്രത്യേകിച്ച് അവർ കുറച്ചു നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം വന്ന ആളെ ആദ്യം നോക്കിയ രീതി പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടാകത്തില്ല. സിവിയർ ഇഞ്ചുറിക്കാരെല്ലാം മരിച്ചു പോവുകയും ചെയ്യും. എന്നാൽ ഭയങ്കര സിവിയർ ഇഞ്ചുറി ഉള്ള കുറെ പേര് വരുമ്പോൾ അതിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളെ നമ്മൾ രക്ഷപ്പെടുത്തണം. അല്ലാത്ത ആൾക്ക് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. എന്തുകൊണ്ട്? രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആള് നമ്മളുടെ നെഗ്ലിജൻസ് കാരണം, നമ്മൾ മറ്റേ ആളുടെ മേലെ ടൈം സ്പെൻഡ് ചെയ്താലും നമ്മൾ കെയർ കൊടുത്താലും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. എന്നാൽ രക്ഷപ്പെടാൻ സാധ്യത ഉള്ള ആൾക്ക് നമ്മൾ ടൈം കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്കൊരു ജീവൻ രക്ഷിക്കാം, അല്ലെങ്കിൽ 2 ജീവനുകളും നഷ്ടപ്പെടും സമയം പോകുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ട്രയേജിനെ പറ്റി ഓർക്കേണ്ട പോയിന്റ്? മാസ് എമർജൻസി സമയത്ത് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ആണ്. ഇനി ഈ ഡെഫിനിഷൻ പഠിക്കണം. The triage consists of rapidly classifying injured on the basis of severity of injuries and likelihood of their survival. അടുത്തത് moribund patients who require great deal of attention with questionable benefit have lowest priority. ആ പോയിന്റ് നോട്ട് ചെയ്യുക. Triage is the only approach that can provide maximum benefit to greatest number of injured in മേജർ ഡിസാസ്റ്റർ സിറ്റുവേഷൻ. മേജർ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ മാക്സിമം ബെനിഫിറ്റ് മാക്സിമം ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? അപ്രോച്ച് എന്താണ്? ട്രയാജ് മെത്തേഡാണ്. ഇനി എന്താണെന്നും പഠിക്കാം നമുക്ക് ഈ ഇമേജ് വെച്ചിട്ട്. ഇമ്പോർട്ടന്റ് ആണ്, മൊത്തം പഠിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഇമേജ്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് ട്രയാജ് സിസ്റ്റം ഇത്ര ഇമ്പോർട്ടന്റ് എന്നും ഇഫക്റ്റീവ് എന്നും. ആദ്യമേ റെഡ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് റിക്വയർസ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് വരണം. അങ്ങനെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വരുന്ന ആളെ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തും? റെഡ് എന്ന കാറ്റഗറിയിൽ പെടുത്തും. അപ്പൊ ട്രയാജിൽ നമ്മൾ അവരെ റെഡ് ഏരിയയിലേക്ക് മാറ്റും. ഒരു എമർജൻസി, ഒരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കെയർ സെന്ററിൽ നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് റെഡ് ഏരിയയിലേക്ക് മാറ്റും. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ റെഡ് ഏരിയയിലേക്ക് മാറ്റും. റെഡ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് ആ ഏരിയയിലേക്ക് മാറ്റും. അതിനടുത്ത് അവർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കിട്ടിയേ പറ്റത്തുള്ളൂ, അറ്റൻഷൻ അങ്ങോട്ടേക്ക് പോയേ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഏരിയ യെല്ലോ. പേഷ്യന്റ് സ്റ്റേബിൾ അറ്റ് ദ മൊമെന്റ് ആൻഡ് നോട്ട് ഇൻ എനി ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ബട്ട് വിൽ റിക്വയർ ഒബ്സർവേഷൻ. യെല്ലോ എന്ന് പറയുമ്പോൾ, റെഡ് എന്ന് പറയുമ്പോൾ ഡേഞ്ചർ ആണ്, ഇമ്മീഡിയറ്റ് കെയർ വേണം. യെല്ലോ എന്ന് പറയുമ്പോൾ ഡേഞ്ചറും അല്ല, ഇമ്മീഡിയറ്റ് കെയറും വേണ്ട, പക്ഷേ കെയർ വേണം, ഒബ്സർവേഷൻ വേണം. എപ്പോ വേണമെങ്കിലും അവരുടെ കണ്ടീഷൻ വേഴ്സൺ ചെയ്യാം. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഇല്ല, പക്ഷെ റിസ്കിലേക്ക് എപ്പോൾ വേണമെങ്കിലും അവർ പോകും. അപ്പൊ അവർക്ക് എന്ത് വേണം? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ വേണം, നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തത് ഗ്രീൻ. പേഷ്യൻസ് ഹു വിൽ റിക്വയർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അറ്റ് സം പോയിന്റ് വൺസ് മോർ ക്രിട്ടിക്കൽ ഇഞ്ചുറീസ് ഹാവ് ബീൻ ട്രീറ്റഡ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ റിസ്ക് വളരെ കുറവാണ്, എന്ന് ചികിത്സ വേണം. അത് കണ്ടിന്യൂസ് ഒബ്സർവേഷൻ വേണമെന്നൊന്നുമില്ല, പക്ഷെ ചികിത്സ എന്തായാലും അവർക്ക് വേണം. ട്രീറ്റ്മെന്റ് വേണോ? വേണം. റിസ്ക് ഉണ്ടോ? ഇല്ല. കണ്ടിന്യൂസ് ഒബ്സർവേഷൻ വേണോ? വേണ്ട. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണോ? വേണ്ട. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റ് ടൈമിൽ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഗ്രീൻ. അടുത്തത് ബ്ലാക്ക്. ദോസ് ആർ ഓൾറെഡി ഡിസീസ്ഡ്, ഓൾറെഡി മരിച്ചുപോയ ആൾക്കാർ. എപ്പോഴും ബ്ലാക്ക് ആണല്ലോ നമ്മൾ ഡെത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ബ്ലാക്ക്. For patients who require whose injuries are so extensive that they will not be able to survive. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിവിയർ ഇഞ്ചുറി ആണ്, സർവൈവ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ ബ്ലാക്ക് കാറ്റഗറിയിലേക്ക് പെടുത്തും. അപ്പൊ റെഡ് എന്ന് പറയുന്ന എമർജൻസി ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ട ആൾക്കാരാണ്. ഈ പേഷ്യന്റ് എമർജൻസി അറ്റൻഷൻ വേണം, പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സിക്കണം, ചികിത്സിച്ചാൽ രക്ഷപ്പെടും. റിസ്ക് ഉണ്ട്, ചികിത്സിച്ചാൽ രക്ഷപ്പെടും, പക്ഷെ പെട്ടെന്ന് ചികിത്സിക്കണം. അപ്പൊ റെഡ് കാറ്റഗറിയാണ്. യെല്ലോ എന്ന് പറയുമ്പോൾ റിസ്ക് കുറവാണ്,
ചികിത്സ വേണം, ഒബ്സർവേഷൻ വേണം. റിസ്ക് വലുതായിട്ടില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യണം. അങ്ങനെയുള്ളവർ യെല്ലോ കാറ്റഗറി. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചില്ല, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ അവർ റെഡ് കാറ്റഗറിയിലേക്ക് പോവാം. അടുത്ത ഗ്രീൻ കാറ്റഗറി. തൽക്കാലം വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ചു നേരം കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കിട്ടിയാലും മതി, പക്ഷെ ട്രീറ്റ്മെന്റ് വേണം. ഹോസ്പിറ്റലിൽ വന്നാണ് എന്തോ ഒരു കണ്ടീഷൻ, ട്രീറ്റ്മെന്റ് വേണം. അടുത്തത് ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡെഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ലാത്ത ആളുകൾ. അപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യം പോകുന്ന എവിടെയായിരിക്കും? റെഡ് കാറ്റഗറിയിലായിരിക്കും. മാക്സിമം നമ്പേഴ്സ് ഡോക്ടേഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്നതും അവിടേക്കായിരിക്കും. കുറച്ച് ഡോക്ടേഴ്സിന് യെല്ലോയിലേക്ക് ഇടത്തുള്ളൂ. റെഡിലെ പ്രയോറിറ്റി തീർന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടേഴ്സ് യെല്ലോയിലേക്ക് വരത്തുള്ളൂ. അറ്റ് എ ടൈം യെല്ലോയിലുള്ള ഡോക്ടേഴ്സ് നമ്പർ കുറവായിരിക്കും. ഗ്രീനിൽ ഒന്നോ രണ്ടോ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, വളരെ കുറവ് ഡോക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. റെഡിന്റെയും ബ്ലാക്കിന്റെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഗ്രീനിലേക്ക് ശ്രദ്ധിക്കുള്ളൂ. ബ്ലാക്കോ അവിടെ ചിലപ്പോൾ സ്റ്റാഫ് ഉണ്ടായെന്നേ വരില്ല, കാരണം ജസ്റ്റ് മോണിറ്റർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. നമുക്കവിടെ പ്രതീക്ഷ വളരെ കുറവാണ്. അപ്പോൾ ബ്ലാക്ക് എപ്പോഴും ഡെത്തുമായിട്ട് അസോസിയേറ്റ്. അപ്പൊ ബ്ലാക്ക് ഓൾറെഡി ഡിസീസ്ഡ് അല്ലെങ്കിൽ നോട്ട് ഏബിൾ ടു സർവൈവ്, അത് മനസ്സിലാക്കുക. ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു സേഫ് ആണ്, റിസ്ക് ഇല്ല, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണ്ട, എന്നാൽ ട്രീറ്റ്മെന്റ് വേണം. യെല്ലോ എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ. റെഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക്. എപ്പോഴും റെഡ് അല്ലേ നമ്മൾ ഡേഞ്ചറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പൊ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇപ്പൊ മനസ്സിലായ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്ന നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്തതിനുള്ള പ്രയോജനം. അപ്പൊ ഏറ്റവും റിസ്ക് ഉള്ളതും രക്ഷപ്പെടാൻ സാധ്യതയുള്ളവരും റെഡിൽ, റിസ്ക് കുറവെന്നാൽ ഒബ്സർവേഷൻ വേണ്ടവർ യെല്ലോയിൽ, റിസ്ക്കും കുറവാണ്, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റും വേണ്ട, എന്നാൽ ട്രീറ്റ്മെന്റ് വേണം, അങ്ങനെയുള്ളവർ ഗ്രീനിൽ, മരിച്ചുപോയവർ അല്ലെങ്കിൽ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തവർ ബ്ലാക്കിൽ. Although different trial systems have been adopted and are still in use in some countries, most common classification uses internationally accepted 4-color code system. ഈ 4-color code system നമ്മൾ ഈ പറഞ്ഞ റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലാക്ക്, ഇതാണ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കോഡ് സിസ്റ്റം. റെഡ് ഇൻഡിക്കേറ്റ്സ് ഹൈ പ്രയോറിറ്റി ട്രീറ്റ്മെന്റ് ഓർ ട്രാൻസ്ഫർ. റെഡ് എന്ന് പറഞ്ഞ ഹൈ പ്രയോറിറ്റി ട്രീറ്റ്മെന്റ് ഓർ ട്രാൻസ്ഫർ. യെല്ലോ മീഡിയം പ്രയോറിറ്റി. ഗ്രീൻ ആംബുലേറ്ററി പേഷ്യൻസ്. ബ്ലാക്ക് ഫോർ ഡെഡ് ഓർ മോറിബണ്ട് പേഷ്യൻസ്. ആംബുലേറ്ററി പേഷ്യൻസ്, അതായത് നടക്കാനൊക്കെ പറ്റുന്ന പേഷ്യൻസ് ആണ് ഗ്രീൻ. അപ്പൊ അവിടെയാണ് നമ്മൾ കൊടുക്കുന്ന ആംബുലേറ്ററി പേഷ്യൻസ്. ആംബുലേറ്ററി പേഷ്യൻസ് തന്നെ എടുത്ത് ചോദിക്കുക. അപ്പൊ അവിടെയാണ് ഗ്രീൻ വരിക. ബാക്കി റിസ്കിന്റെ ബേസിസിലും ചോദിക്കുക, അതായത് മൈൽഡ് റിസ്ക് എവിടെയാണ്, മോഡറേറ്റ് റിസ്ക് എവിടെയാണ്, സിവിയർ റിസ്ക് എവിടെയാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാക്സിമം റിസ്ക് റെഡ്, മിനിമം റിസ്ക് യെല്ലോ, അതിനേക്കാൾ മിനിമം റിസ്ക് ഗ്രീൻ, മോഡറേറ്റ് റിസ്ക് യെല്ലോ, പിന്നെ ഡെഡ് അല്ലെങ്കിൽ മോറിബണ്ട് എന്ന് പറയുമ്പോൾ ബ്ലാക്ക്. ഇനി അല്ലാതെ ആംബുലേറ്ററി പേഷ്യൻസ് എന്നും ചോദിക്കാം. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം നടക്കാൻ പറ്റും, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളവർ green category. Triage should be carried out at the site of disaster in order to determine transportation priority and admission to hospital or treatment center where patients and priority of medical care will be reassessed. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇത് തീരുമാനത്തിനെക്കാട്ടിലും നല്ലത് ആ സൈറ്റിൽ തന്നെ തീരുമാനിക്കുന്നതാണ് റിസ്ക്. എന്നിട്ട് ഏറ്റവും റിസ്ക് ഉള്ള ആളെ ആദ്യം ആംബുലൻസിൽ കയറ്റി ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്ക് വിട്ട് റിസ്ക് കുറഞ്ഞ ആൾക്കാരെ അങ്ങനെ. ഇപ്പൊ ഗ്രീൻ കാറ്റഗറിയിലാണ് ഒരാളെങ്കിൽ അയാളെ നമുക്ക് ഇച്ചിരി നേരം അവിടെ ഇരുത്താം, കുഴപ്പമില്ല, പിന്നെ ട്രീറ്റ്മെന്റ് മതി. അപ്പൊ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം. അപ്പൊ ഇത് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കെയർ സെന്ററിൽ എത്തിയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് ദ സൈറ്റ് ഓഫ് ഡിസാസ്റ്റർ തന്നെ ചെയ്യാം. ഐഡിയലി ലോക്കൽ ഹെൽത്ത് വർക്കേഴ്സ് ഷുഡ് ബി ടോട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രയാജ് ആസ് പാർട്ട് ഓഫ് ഡിസാസ്റ്റർ ട്രെയിനിങ്. അപ്പം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അല്ലാത്ത ഹെൽത്ത് സ്റ്റാഫ് ഉണ്ടാവും, ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണൽ ഉണ്ടാവും, ഇതൊക്കെ നോക്കാം. അല്ലാതെ ആ ഡിസാസ്റ്ററിന്റെ ഏരിയയിൽ പോയി ട്രെയിൻ ചെയ്യുന്നവരായിരിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിലുള്ളവരായിരിക്കും. അപ്പൊ അവരെയും നമ്മൾ ഈ ട്രയാഡ് സിസ്റ്റം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവരെ തീരുമാനിക്കുന്നത് ആരെ എപ്പോൾ റെസ്ക്യൂ ചെയ്തിട്ട് എത്ര വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. പേഴ്സൺസ് വിത്ത് മൈനർ ഓർ മോഡറേറ്റ് ഇഞ്ചുറി ഷുഡ് ബി ട്രീറ്റഡ് അറ്റ് ദെയർ ഓൺ ഹോംസ് ടു അവോയ്ഡ് സോഷ്യൽ ഡിസ്ലൊക്കേഷൻ. അതേപോലെ തന്നെ ഏറ്റവും മൈനർ ഇഞ്ചുറീസ് ഒക്കെ ഉള്ള ആൾക്കാരെ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം. The added drain on resource of transporting them to central facilities. The seriously injured should be transported to hospitals with specialized treatment facilities. അതായത് മൈനർ ആൻഡ് മോഡറേറ്റ് ഇഞ്ചറീസ് ഉള്ള ആൾക്കാരെ വേണമെങ്കിൽ അവർ വീട്ടിലെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് വീട്ടിലേക്ക് വിടാം. അല്ലെങ്കിൽ എന്ത് പറ്റും, എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അത്രത്തോളം റിസോഴ്സ് വേണ്ടിവരും, ഹോസ്പിറ്റലിൽ ബെഡ് കിട്ടാതെയൊക്കെയാവും, അങ്ങനത്തെ റിസ്ക്. അപ്പം കൂടുതൽ വയ്യാത്ത ഒരാൾക്ക്, കൂടുതൽ ട്രീറ്റ്മെന്റ് വേണ്ട ഒരാൾക്ക്, മേ ബി റെഡ് കാറ്റഗറിയിലുള്ള ഒരാൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടാതെ വരും. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്താനും, ഏറ്റവും ട്രീറ്റ്മെന്റ് അത്യാവശ്യമുള്ള ആൾക്ക് അത് കിട്ടണമെന്നും, അത്രത്തോളം അത്യാവശ്യം ഇല്ലാത്ത ആൾക്ക് കുറച്ച് കഴിഞ്ഞു കൊടുക്കാനും, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു മെത്തഡാണ് ഈ ട്രയാഡ് സിസ്റ്റം. ടാഗിങ്. All patients should be identified with tags stating their name, age, place of origin, triage category, diagnosis and initial treatment. ഓരോ പേഷ്യന്റിന്റെ ബോഡിയിൽ നമ്മൾ ടാഗ് അറ്റാച്ച് ചെയ്തിരിക്കണം. അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം? നെയിം,
കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവരോട് ചോദിച്ച് നെയിം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നെയിം, ഏജ്, പ്ലേസ് ഓഫ് ഒറിജിൻ ഒക്കെ ആംബുലൻസിന്റെ ആൾക്കാർക്ക് അറിയായിരിക്കും ആ ഡീറ്റെയിൽസ് ഒക്കെ. അത് ട്രയാജ് കാറ്റഗറി ഏതാണ്, ഡയഗ്നോസിസ്, ഇനിഷ്യൽ ട്രീറ്റ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അതിനാണ് എന്തെന്ന് പറയുന്നത്, ടാഗിങ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡെഡ്, അതേപോലെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഡെഡ് ആയിട്ടുള്ള ആൾക്കാരെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, റിലേറ്റീവ്സിനെ എത്തിക്കുക, അല്ലെങ്കിൽ മോർച്ചറിയിൽ സ്റ്റോർ ചെയ്യുക, ഇതൊക്കെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടേക്കിംഗ് കെയർ ഓഫ് ഡെഡ് ഇസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ലാർജ് നമ്പർ ഓഫ് ഡെഡ് കെൻ ഓൾസോ ഇംപീഡ് ദ എഫിഷ്യൻസി ഓഫ് ദ റെസ്ക്യൂ ആക്ടിവിറ്റീസ് അറ്റ് ദ സൈറ്റ് ഓഫ് ഡിസാസ്റ്റർ. ഒരുപാട് പേര് ഡെഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ എഫിഷ്യൻസി, അതും അവർക്ക് പ്രോപ്പർ കെയറും, അതായത് ഡെഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്രോപ്പറായിട്ട് നമ്മൾ എവിടേക്ക് മാറ്റിയില്ലെങ്കിൽ അതും ഫർദർ ആയിട്ടുള്ള, ഇപ്പൊ ആ ഒരു ബെഡ് വേക്കന്റ് ആയില്ലെങ്കിൽ വേറൊരാളെ നമുക്ക് അവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രോപ്പറായിട്ട് ഡെഡ് ആയിട്ടുള്ള ആൾക്കാർ മാറ്റാനുള്ളൊരു ഫെസിലിറ്റിയും വേണം. കെയർ ഓഫ് ദ ഡെഡ്, മരിച്ചവരുടെ കെയർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റിമൂവൽ ഓഫ് ഡെഡ് ഫ്രം ദ ഡിസാസ്റ്റർ സീൻ, ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് അവരെ മാറ്റുക. ഷിഫ്റ്റ് ടു ദ മോർച്ചറിയിലേക്ക് മാറ്റുക. ഐഡന്റിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐഡന്റിഫിക്കേഷൻ, അവൈലബിൾ ഡീറ്റെയിൽസ് വെച്ച് ഐഡന്റിഫൈ ചെയ്യുക. റിസപ്ഷൻ ഓഫ് ബെറീഡ് റിലേറ്റീവ്സ്, എത്രയും വേഗം അവരുടെ റിലേറ്റീവ്സിനെ അറിയിച്ച് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുക. പ്രോപ്പർ റെസ്പെക്ട് ഓഫ് ഡെഡ് ഇസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. അതേപോലെ ഇതിനകത്തൊക്കെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റും വരുന്നുണ്ട് അല്ലെ. ഇപ്പം ഏതോ ഒരു വ്യക്തി, ആരുടെയെങ്കിലും ഒക്കെ അമ്മയോ അച്ഛനോ റിലേറ്റീവോ ആരെങ്കിലും ആയിരിക്കുമല്ലോ ആ കിടക്കുന്നത്, ആ വ്യക്തിക്ക് ഒരു റെസ്പെക്ട് കൊടുക്കും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇപ്പം ആംബുലൻസ് ഒക്കെ എപ്പോഴേലും വന്ന് ഡെഡ് ബോഡീസിനെ ഇവാക്യുവേറ്റ് ചെയ്താലും മതി. പക്ഷെ അങ്ങനെയല്ല, അതിനെ അവിടെ ഇട്ട് അതിനെ ഡീക്കേ ചെയ്യാനൊന്നും അലൗ ചെയ്യാതെ അതിനെ സേഫ് ആയിട്ടൊരു മോർച്ചറിലേക്ക് എത്തിക്കുന്നതും എന്താണ്, ഡെഡ് ബോഡിയുടെ അവരുടെ കെയറിൽ വരുന്ന ഒരു ആസ്പെക്ട് ആണ്. പ്രോപ്പർ റെസ്പെക്ട് കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഹെൽത്ത് ഹസാർഡ് അസോസിയേറ്റഡ് വിത്ത് കഡാവേഴ്സ് ആർ മിനിമൽ. കഡാവർ എന്ന് പറയുമ്പോൾ ഡെഡ് ബോഡി. ഹെൽത്ത് ഹസാർഡ് അസോസിയേറ്റഡ് വിത്ത് കഡാവേഴ്സ് ആർ മിനിമൽ ഇഫ് ഡെത്ത് റിസൾട്ട്സ് ഫ്രം ട്രോമ ആൻഡ് കോപ്സ് ആർ ക്വൈറ്റ് അൺലൈക്ലി ടു കോസ് ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസസ്, ടൈഫോയിഡ് ഫീവർ, കോളറ ഓർ പ്ലേഗ്. If human bodies contaminate streams, wells, or other water sources as in floods, etc., they may transmit gastroenteritis or food poisoning to survivors. Dead bodies represent a delicate social problem. ഇപ്പം ഒരു ട്രോമ കാരണം, ഒരു ബിൽഡിംഗ് തലയിൽ വന്ന് വീണ ഒരു ആക്സിഡന്റ് കാരണം മരിച്ചൊരു ബോഡി കുറച്ച് റിസ്കേ ഉണ്ടാക്കത്തുള്ളൂ. അതേസമയം ഒരു ഇൻഫെക്ഷൻ കാരണം മരിച്ച ഒരാളുടെ ബോഡി ആണെങ്കിൽ ആ ബോഡി എത്രയും വേഗം ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബോഡി നമുക്ക് എത്രയും വേഗം ക്രിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റേണ്ട അത്യാവശ്യമുണ്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റും, അത് മറ്റ് ഇൻഫെക്ഷൻസിന്റെ ഔട്ട്ബ്രേക്ക് കോസ് ചെയ്യാനുള്ള ചാൻസ്. ഇപ്പൊ ടൈഫോയിഡ്, കോളറ, ഡെങ്കു, പ്ലേഗ് ഇങ്ങനത്തെ അസുഖങ്ങൾ, അല്ലെങ്കിൽ കോവിഡ് ഒക്കെ വന്ന് മരിക്കുന്ന സമയത്ത് ഇതല്ലായിരുന്നു ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. ആ ബോഡി അതുപോലെ PPE ഒക്കെ ധരിച്ച ആളുകൾ എത്രയും വേഗം നല്ല ഡീപ്പായിട്ടുള്ള പിറ്റൊക്കെ എടുത്ത് ആളുകൾ താമസിക്കുന്ന ഏരിയയ്ക്കൊക്കെ വളരെ ദൂരെ പോയിട്ട് ഡിസ്പോസ് ചെയ്ത്, കാരണം അങ്ങനെ പോലും ആ ഡിസീസ് സ്പ്രെഡ് ആവരുത്. അപ്പം ഇൻഫെക്ഷ്യസ് ഡിസീസ് വന്ന് മരിക്കുന്ന ആളുകൾക്കാണ് ഡെഡ് ബോഡിയിൽ നിന്ന് അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള കേസസ് അതൊക്കെയാണ്. ഇനി ഇഫ് ഹ്യൂമൻ ബോഡീസ് കണ്ടാമിനേറ്റ് സ്ട്രീംസ്, വെൽസ് ഓർ അതർ വാട്ടർ സോഴ്സ് ആസ് ഇൻ ഫ്ലഡ്സ്. ഫ്ലഡിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു റിസ്ക് എന്താണ്? ഹ്യൂമൻ ബോഡീസ് ഈ പറഞ്ഞ പോലെ ഇവാക്യുവേറ്റ് ചെയ്യാനോ ക്രിമേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ആ സമയം ആ ബോഡീസ് വെള്ളത്തിൽ തന്നെ കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡ്രൗണിങ് ആയിരിക്കുമല്ലോ കോസ് ഓഫ് ഡെത്ത്, മുങ്ങി മരണമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ആ വെള്ളത്തിന് ആ ബോഡീസ് ഡീക്കേ ആവും തോറും വെള്ളം കണ്ടാമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റാളുകൾക്ക് ഇതൊന്നും അറിയാതെ ആ വെള്ളത്തിലൂടെ നടക്കുകയോ അല്ലെങ്കിൽ ആ വെള്ളം എന്തെങ്കിലും ആവശ്യത്തിന് കുടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ആ വെള്ളത്തിലൂടെ എന്ത് അസുഖം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്? ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് ആൻഡ് ഫുഡ് പോയ്സൺ. അപ്പൊ ഡെഡ് ബോഡീസ് കാരണം, എസ്പെഷ്യലി ഡ്രൗണിങ്ങിന്റെ ടൈമിൽ ഉണ്ടാകുന്ന ഡെഡ് ബോഡീസ് കാരണം വാട്ടർ കണ്ടാമിനേറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ചാൻസിൽ രണ്ട് ഡിസീസ് എന്തൊക്കെയാണ്? ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്, ഇൻറ്റസ്റ്റൈൻസിനൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ഓർ ഫുഡ് പോയ്സണിങ്. അപ്പൊ അത് രണ്ടും നോട്ട് ചെയ്യുക. Relief phase. This phase begins when resistance from outside starts to reach the disaster area. റിലീഫ് ഫേസ്. അപ്പൊ ആദ്യത്തെ നമ്മുടെ റെസ്ക്യൂ ഫേസ് കഴിഞ്ഞു, ആളുകളെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രയാജിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തു, ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു, ഐഡന്റിഫൈ ചെയ്തു, ഡെഡ് ബോഡീസിന് പ്രോപ്പറായിട്ട് ക്രിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോർച്ചറിയിലേക്കൊക്കെ മാറ്റി. അടുത്തത് റിലീഫ് ഫേസ്. റിലീഫ് ഫേസ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള സഹായം എത്തി തുടങ്ങുന്ന ഫേസ് ആണ് റിലീഫ് ഫേസ്. When relief from outside or assistance from outside starts to reach the disaster area. The type and quantity of humanitarian relief supplies are usually determined by two main factors:
Type of disaster, since distinct events have distinct effects on population, and type of quantity of supplies available locally. അപ്പൊ റിലീഫ് ഫേസ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള സപ്പോർട്ട്, പുറത്തുനിന്ന് ആഹാരം എത്തിച്ചു കൊടുക്കാനും കുറച്ചുകൂടി റെസ്ക്യൂ പേഴ്സണലിന് വരാനൊക്കെ പറ്റുന്ന സാഹചര്യമാണ് റിലീഫ് ഫേസ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് സഹായം വരുമ്പോൾ ഒരു ആശ്വാസമായി, റിലീഫായി, അങ്ങനെ പഠിച്ചു വെക്കാം. അതിൽ ഓരോ ഡിസാസ്റ്ററിനും ഓരോ തരം റിലീഫ് ആയിരിക്കും ആവശ്യം. Immediately following a disaster, most critical health supplies are those needed for treating casualties and preventing the spread of communicable diseases. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഹെൽത്ത് സപ്ലൈസ് എന്താണ്? രണ്ട് കാര്യങ്ങളാണ് ഹെൽത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ട്രീറ്റിംഗ് കാഷ്വാലിറ്റീസ്, ഇഞ്ചേർഡ് ആയവരെ ട്രീറ്റ് ചെയ്യുക. രണ്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ആവാതിരിക്കുക. അപ്പൊ ഇത് രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അവർക്ക് വേണ്ട കെയർ കൊടുക്കാൻ. ഫോളോയിങ് ദി ഇനീഷ്യൽ എമർജൻസി ഫേസ്, നീഡഡ് സപ്ലൈസ് വിൽ ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ട സപ്ലൈസ്, പുറത്തുനിന്നുള്ള സഹായം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഫുഡ്, കാരണം ഒരുപാട് ദിവസം ആളുകൾക്ക് ഫുഡ് കിട്ടാതിരിക്കുന്നുണ്ടായിരിക്കും. ഫുഡ്, ബ്ലാങ്കറ്റ്സ്, അല്ലെ, ഹൈപ്പോതെർമിയ, ടെമ്പറേച്ചർ കുറയുന്ന റിസ്ക് ഒക്കെ ഉള്ളപ്പോൾ ഹൈപ്പോതെർമിയ, ഫ്ലഡ് വന്നാലും സൈക്ലോൺസ് ഒക്കെ ആയാലും ഹൈപ്പോതെർമിയ, അപ്പൊ ബ്ലാങ്കറ്റ്സ്, ക്ലോതിങ്, അതുപോലെ തന്നെ വസ്ത്രം, ഷെൽട്ടർ, അവരെ നല്ല സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറ്റുക. സാനിറ്ററി എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇതൊക്കെയാണ് ഒരു എമർജൻസി ഫേസിൽ വേണ്ട ഹെൽപ്പ്. റാപ്പിഡ് damage assessment must be carried out not to identify needs and resources. Disaster managers must be prepared to receive large quantities of donations. There are 4 principal components in managing humanitarian supplies: acquisition of supplies, transportation, storage and distribution. ഒന്നും കാണാൻ പഠിക്കേണ്ട, മനസ്സിലാക്കിയത്. ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ് എവിടെന്നെങ്കിലുമൊക്കെ ഇങ്ങനെ സഹായങ്ങൾ വരുമ്പോൾ അതിന് നമ്മൾ എങ്ങനെയാ റിസീവ് ചെയ്യേണ്ടത്, എങ്ങനെയാ ആളുകൾ കൊടുക്കേണ്ടത്, 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന്, അക്വിസിഷൻ ഓഫ് സപ്ലൈസ്, എവിടെന്നെങ്കിലുമൊക്കെ ഒരു ലോഡ് ആഹാരം വന്നു അല്ലെങ്കിൽ വസ്ത്രം വന്നു, അപ്പൊ അതിന് അക്വിസിഷൻ കിട്ടുക. രണ്ടാമത്, ഒരു പോയിന്റിലേക്ക് അതെല്ലാം വന്നു, നമ്മളൊക്കെ ആയാലും കോവിഡിന്റെ സമയത്തും അതുപോലെ പ്രളയത്തിന്റെ സമയത്തൊക്കെ പാക്ക് ചെയ്ത് റിലീഫ് സെന്റേഴ്സിലൊക്കെ പോയി പാക്ക് ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അയക്കുകയാണ്. അപ്പൊ അത് ആ സ്ഥലത്തെ ഒരു സെന്ററിലേക്ക് എത്തുന്നു, അക്വിസിഷൻ. ട്രാൻസ്പോർട്ടേഷൻ, അവിടുന്ന് മറ്റു ഓരോ സെന്ററിലേക്കും പല 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 സെന്റേഴ്സിലേക്ക് വണ്ടികളിലൂടെ, വേറെ വണ്ടികളിലൂടെ എത്തുന്നു. കുറച്ചായിട്ട് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് എത്തുന്നു. സ്റ്റോറേജ്, ആ സെന്ററിൽ അത് സ്റ്റോർ ചെയ്യണം, എന്നിട്ട് വേണ്ട ആൾക്കാർ കൊടുക്കണം. ഡിസ്ട്രിബ്യൂഷൻ, അപ്പൊ അക്വിസിഷൻ, ഒരു സ്ഥലത്ത് കളക്ട് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട്. ഇതാണ് സാധനങ്ങൾ എങ്ങനെയാണ് റിലീഫ് ഹ്യൂമാനിറ്റേറിയൻ സപ്ലൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ പ്രിൻസിപ്പിൾസ്. ഇനി എപ്പിഡമോളജിക്കൽ സർവൈലൻസ് ആൻഡ് ഡിസീസ് കൺട്രോൾ. ഒരു ഡിസാസ്റ്റർ ഉണ്ടായ സ്ഥലത്ത് എപ്പിഡമോളജിക്കൽ സർവൈലൻസ് എങ്ങനെയാ ചെയ്യേണ്ടത്? അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ അസുഖങ്ങൾ സ്പ്രെഡ് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം? Overcrowding and poor sanitation in temporary settlements. This accounts in part for report increase in acute respiratory infection following disasters. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ഒന്നാമത്തെ മെയിൻ റീസൺ എന്താണ്? ഓവർ ക്രൗഡിങ്. ഒരുപാട് ആളുകൾ താമസിക്കാൻ പറ്റുന്ന സ്ഥലത്ത്, ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള സ്ഥലത്തുള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ റിലീഫ് സെന്ററിലല്ലേ താമസിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ക്യാമ്പിലല്ലേ താമസിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലത്ത് ഒരുപാട് പേര് വരുമ്പോൾ ഓവർ ക്രൗഡിങ്. പുവർ സാനിറ്റേഷൻ, 100-200 ആളുകളുള്ളിടത്ത് 1-2 ബാത്റൂം ഒക്കെ കാണത്തുള്ളൂ. അപ്പൊ പുവർ സാനിറ്റേഷൻ. അപ്പൊ ഇത് കാരണം ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടാകും, മെയിൻലി അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. Population displacement may lead to introduction of communicable diseases to which either the migrant or indigenous populations are susceptible. അതേപോലെ ഇപ്പൊ ഒരു ഏരിയയിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു അസുഖമുണ്ട്, ആ ഏരിയയിലുള്ള ആളുകൾക്ക് ഒരു ഫ്ലഡ് വന്നു, അങ്ങനെ അവർ വേറെ ഏരിയയിലേക്ക് താമസിക്കാൻ പോയി, അപ്പൊ ഈ അസുഖം അങ്ങോട്ടേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ഏരിയയിൽ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഫ്ലഡ് വന്നപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം വേറൊരു ഏരിയയിലേക്ക് മാറിപ്പോയി. ആ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വേറൊരു അസുഖമുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അവിടെ ഉള്ള ഇവിടുന്ന് പോകുന്നവർക്ക് അവർക്ക് അവിടെ താമസിക്കാനേ വഴിയുള്ളൂ, പോകുമ്പോൾ അവിടുന്ന് അസുഖം കിട്ടും. അങ്ങനെ ഒന്നെങ്കിൽ മൈഗ്രന്റ് പോപ്പുലേഷനിൽ നിന്ന് പോകുന്ന ഇൻഡിജിനസ് പോപ്പുലേഷനിലേക്ക്, അല്ലെങ്കിൽ ഇൻഡിജിനസ് പോപ്പുലേഷനിൽ നിന്ന് മൈഗ്രന്റ് പോപ്പുലേഷനിലേക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവും. Disruption and contamination of water supply, damage to sewerage system and power systems are common in natural disasters. അതേപോലെ തന്നെ വാട്ടർ സപ്ലൈ കുറയുന്നില്ല, അത് കാരണം ഉണ്ടാവുന്ന അസുഖങ്ങൾ. ഡാമേജ് ടു സിവറേജ് സിസ്റ്റം, സീവേജ് സിസ്റ്റം ഒക്കെ ഡാമേജ് ചെയ്യും, ഓടകളൊക്കെ ഡാമേജ് ആകുമ്പോൾ പ്രോപ്പറായിട്ട് സിവറേജ് നടക്കാതെ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇൻഫെക്ഷൻസ്. ഹൈജീൻ ഒക്കെ എഫക്ട് ആവുന്നു. പവർ സിസ്റ്റംസ് എഫക്ട് ആവുന്നു, അപ്പൊ മോട്ടറൊന്നും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, വെള്ളം കിട്ടത്തില്ല, അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഡിസ്റപ്ഷൻ ഓഫ് റൊട്ടീൻ കൺട്രോൾ പ്രോഗ്രാംസ് ആസ് ഫണ്ട്സ് ആൻഡ് പേഴ്സണൽ ആർ യൂഷ്വലി ഡൈവേർട്ടഡ് റിലീഫ് വർക്ക്. അതേപോലെ ഒരു ഏരിയയിൽ ഇപ്പൊ ട്യൂബർക്കുലോസിസ് ഭയങ്കരമായിട്ടുണ്ട്, അപ്പൊ അവിടെ അതിന്
പ്രോപ്പറായിട്ട് ഫണ്ടൊക്കെ കിട്ടി പ്രോപ്പറായിട്ട് മോണിറ്ററിംഗ് ഒക്കെ നടക്കുമായിരുന്നു. നമ്മൾ RNTCP ഒക്കെ പഠിച്ച് ഓർക്കുന്നുണ്ട്. അപ്പൊ അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയാണ്. പക്ഷെ ഒരു വലിയ ഡിസാസ്റ്റർ വന്നായില്ല, വലിയൊരു പ്രളയമൊക്കെ വന്നപ്പോൾ ഗവൺമെന്റിന്റെ ഫണ്ടും ആളുകളെയൊക്കെ ഗവൺമെന്റ് എന്തിനു നിയോഗിച്ചു? ആദ്യമേ ഈ പ്രളയം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അതിന് നിയോഗിച്ചു. അപ്പൊ ഇങ്ങനെ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരുന്ന പ്രോഗ്രാമിനൊക്കെ അത്യാവശ്യം ഫണ്ട് കിട്ടാതെ അങ്ങനെ ആ അസുഖങ്ങൾ നിയന്ത്രണം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. Ecological changes may favor breeding of vectors and increase the vector population density. ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോഴേ നമ്മൾ പഠിച്ചു എക്കോളജിയിലും ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പൊ അത് കാരണം ചില വെക്ടേഴ്സിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ചില പാത്തോജൻസിന്റെ ഗ്രോത്തിനെ അത് ഫേവർ ചെയ്യും, അങ്ങനെയും അസുഖങ്ങൾ സ്പ്രെഡ് ആവാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് വൈൽഡ് ആനിമൽസ് who carry with them zoonosis can be transmitted to humans as well as to other animals. അതേപോലെ ഏത് ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ആനിമൽസിന്റെ പോപ്പുലേഷനിൽ ഒരു മൈഗ്രേഷൻ ഉണ്ടാവും, അവർക്കും അസുഖങ്ങൾ വരും, അവരും അസുഖങ്ങൾ സ്പ്രെഡ് ആവും. സൂവോണോട്ടിക് ഇൻഫെക്ഷൻ, ആനിമൽസിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഇൻഫെക്ഷൻ നമ്മൾ സൂവോണോട്ടിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയും അസുഖങ്ങൾ സ്പ്രെഡ് ആവാം. Leptospirosis cases have been reported following large floods as in Orissa, India after super cyclone in 1999. Anthrax has been reported occasionally. അപ്പം എന്തൊക്കെ പോയിന്റ്സ് ഓർക്കേണ്ടത്? ഒറീസയിൽ, ഇന്ത്യയിൽ സൂപ്പർ സൈക്ലോൺ എന്ന് പറയുന്ന സൈക്ലോൺ വന്നു, ചുഴലിക്കാറ്റ്. ഏത് വർഷം? 1999. അതിനുശേഷം ഭയങ്കരമായിട്ട് അവിടെ ഫ്ലഡ് ഉണ്ടായി. ആ ഫ്ലഡ്സിന് ശേഷം അവിടെ ഏത് അസുഖം കൂടുതലായിട്ട് കണ്ടു? ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വെച്ചാൽ എലിപ്പനി. അപ്പം ഇന്ത്യയിൽ 1999 ഒറീസയിൽ ഉണ്ടായ സൂപ്പർ സൈക്ലോൺ കാരണം ഉണ്ടായ ഫ്ലഡ്സിൽ ആ ഫ്ലഡ്സിന് ശേഷം ഏറ്റവും കൂടുതൽ സ്പ്രെഡായ അസുഖമാണ് ലെപ്റ്റോസ്പൈറോസിസ്. അപ്പൊ ആ വെള്ളത്തിലൂടെ, ഇപ്പൊ ആ വെള്ളത്തിൽ എലിയുടെ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ലെപ്റ്റോസ്പൈറോസിസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് അതിന്റെ മോഡ് ഓഫ് സ്പ്രെഡ്. ഇനി ഇൻ 1999 അതാണ് സൂപ്പർ സൈക്ലോൺ. അതേപോലെ ആന്ത്രാക്സ് കേസും ഒക്കേഷണൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെപ്റ്റോസ്പൈറോസിസ് 1999 സൈക്ലോൺ ഇമ്പോർട്ടന്റ് ആണ്. Provision of emergency food, water and shelter in disaster situation from different or new source may itself be a source of infectious disease. അതേപോലെ തന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ വരുന്ന ഫുഡ്, അതുപോലെ വരുന്ന റിസോഴ്സുകൾ, വരുന്ന വെള്ളം, അതൊന്നും ഹൈജീനിക് അല്ലെങ്കിൽ അതിലൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സ്ഥലത്ത് അസുഖങ്ങൾ സ്പ്രെഡ് ആവാൻ നമ്മൾ നോക്കി? ഒന്ന്, സ്വാഭാവികമായി അവിടുത്തെ ആളുകൾ ഓവർ ക്രൗഡിങ് കാരണം ക്യാമ്പുകളിലൊക്കെ താമസിക്കുമ്പോൾ പ്രോപ്പർ ഹൈജീൻ ഇല്ലാത്തത് കാരണം, പ്രോപ്പറായിട്ട് വാട്ടർ സപ്ലൈ ഇല്ലാത്ത കാരണം, ഡ്രെയിനേജും സീവറേജും എല്ലാം ഡാമേജ്ഡ് ആയ കാരണം, അതുപോലെ റൊട്ടീനായിട്ട് നടന്നുകൊണ്ടിരുന്ന കൺട്രോൾ പ്രോഗ്രാംസ് ഒക്കെ ഫണ്ട് ഇല്ലാതെ ഡിസ്റപ്റ്റഡ് ആകുമ്പോൾ ആ ഡിസീസുകളുടെ സ്പ്രെഡ് കൂടാം. എക്കോളജിക്കൽ ചേഞ്ചസ് കാരണം വെക്ടേഴ്സിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാം, അങ്ങനെ അസുഖങ്ങൾ സ്പ്രെഡ് ആവാം. ആനിമൽസിന്റെ പോപ്പുലേഷൻ മൈഗ്രേഷൻ വരുമ്പോൾ സൂണോട്ടിക് ഇൻഫെക്ഷൻസ് കൂടാം. ഈ കൊടുക്കുന്ന എമർജൻസി ഫുഡും വാട്ടറും ഒക്കെ ഏതെങ്കിലും രീതിയിൽ കണ്ടാമിനേറ്റ് ആണെങ്കിൽ അതിലൂടെയും ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Outbreak of gastroenteritis, which is most commonly reported disease in the post-disaster period, is closely related to first three factors mentioned above. Increased incidence of acute respiratory infection is also common in displaced population. ഏതൊരു സ്ഥലത്തും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ, പെർട്ടിക്കുലർലി ഫ്ലഡ് പോലത്തെ ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ കാണുന്ന ഏറ്റവും കോമൺ ഇൻഫെക്ഷൻ എന്താണ്? ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്. മോസ്റ്റ് കോമൺലി റിപ്പോർട്ടഡ് ഡിസീസ് ഇൻ ദ പോസ്റ്റ് ഡിസാസ്റ്റർ പീരീഡ്. ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞുള്ള ഘട്ടത്തിനെയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ്, നമ്മളിപ്പോ ഇത്രയും കാരണങ്ങൾ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാവാൻ, ഈ കാരണങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാവാൻ ചാൻസ്, ഏത് അസുഖമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ചോദിച്ചാൽ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്. അപ്പൊ ഒരു ഡിസാസ്റ്ററിന്റെ പോസ്റ്റ് ഡിസാസ്റ്റർ പീരീഡിൽ ഉണ്ടാവാൻ ചാൻസുള്ള ഏറ്റവും കോമൺ ഇൻഫെക്ഷൻ എന്താണ്? ഗ്യാസ്ട്രോഎൻറ്ററൈറ്റിസ്. അതുകൂടാതെ ഡെഡ് ബോഡീസ് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന ഡിസീസിൽ നമ്മൾ ഗ്യാസ്ട്രോഎൻറ്ററൈറ്റിസും ഫുഡ് പോയ്സണും പഠിച്ചു എന്ന് ഓർക്കുക. അതേപോലെ ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഓൾസോ കോമൺ. അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ഇൻഫെക്ഷൻ ഗ്യാസ്ട്രോഎൻറ്ററൈറ്റിസ്, പിന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. വെക്ടർ ബോൺ ഡിസീസ് വിൽ നോട്ട് ഇമ്മീഡിയറ്റ്ലി ബട്ട് മേ ടേക്ക് സെവറൽ വീക്സ് ടു റീച്ച് ദ എപ്പിഡമിക് ലെവൽസ്. വെക്ടർ ഡിസീസ് ഒക്കെ പെട്ടെന്ന് ഹൈ ലെവലിലേക്ക് എത്തില്ലെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോഴായിരിക്കും അതൊക്കെ സ്പ്രെഡ് ആവുക. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ആൻഡ് വൈൽഡ് ആനിമൽസ് ഇൻക്രീസ് റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് സൂവോണോസിസ്. നോക്കിയ പോയിന്റ് ആണ്. Veterinary services may be needed to evaluate such health risks. Dogs, cats, and other domestic animals are taken by their owners
to or near temporary shelters. Some of these animals will be reservoirs of infections, is leptospirosis, rickettsiosis, etc. Wild animals are reservoirs of infections which can be fatal to man, such as equine encephalitis, rabies, and infections still unknown to humans. മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഈ ചിലപ്പോൾ ചില ആളുകൾ അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് അവരുടെ പട്ടിയും പൂച്ചയോ അല്ലെങ്കിൽ പശുക്കളൊക്കെ ആണെങ്കിൽ അവർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ ചെന്ന് ഈ പശുവിനൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ പിടിപെടുകയോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാവുകയോ ചെയ്യുവാണെങ്കിൽ അത് അവിടെയുള്ള എല്ലാ ആളുകളിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെറ്റിനറി സർവീസസും ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യണം. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിവെന്റിങ് ആൻഡ് കൺട്രോളിങ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആഫ്റ്റർ ഡിസാസ്റ്റർ ആർ. അപ്പം എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാവാൻ നമ്മൾ നോക്കി, ഏതൊക്കെയാണ് കോമൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നോക്കി. ഇനി ഇതിനെ പ്രിവെന്റ് ചെയ്യണമല്ലോ, സാധ്യതകളൊക്കെ മനസ്സിലാക്കിയെങ്കിൽ ഇനി പ്രിവെന്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. എങ്ങനെയാ പ്രിവെന്റ് ചെയ്യുന്നത്? ഇംപ്ലിമെന്റേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ ഓൾ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് ഡിസീസ് ട്രാൻസ്മിഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായെന്ന് അറിയുമ്പോൾ തന്നെ ആളുകൾ റെസ്ക്യൂ ചെയ്യേണ്ട പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സും യൂസ് ചെയ്ത് ഡിസീസ് ട്രാൻസ്മിഷനെ തടയുക. Organize reliable disease reporting system to identify outbreaks and promptly initiate control measures. അവിടെ പ്രോപ്പറായിട്ട് മെഡിക്കൽ ചെക്കപ്പ്, ഏത് ക്യാമ്പ് എടുത്തു കഴിഞ്ഞാലും ഏത് ദുരിതാശ്വാസ ക്യാമ്പോ എന്ത് ഇതെടുത്തു കഴിഞ്ഞാലും അവിടെ എന്തുണ്ടാവും? ഒരു ഡോക്ടർ ഉണ്ടാവും, അവിടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നതേ ഉള്ളൂ എന്നാണെങ്കിൽ പോലും അവിടെ ഹെൽത്ത് ചെക്കപ്പ് കൂടാതെ അവരെ വിടില്ല. എന്തുകൊണ്ടാണ്? ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുടെ സ്പ്രെഡ് ഉണ്ടോ, ടെമ്പറേച്ചർ ചേഞ്ച് വല്ലതും ഉണ്ടോ, പനിയുടെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് തറവായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യണം. ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് പ്രോപ്പർ മെഷേഴ്സ് എടുക്കണം. കോളറ ഔട്ട് ബ്രേക്ക് ഉണ്ട് അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, പിന്നെ ഈ സെന്ററിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ സെന്ററിലും അതിനുവേണ്ട പ്രിക്കോഷൻ മെഷേഴ്സ് ഒക്കെ എടുക്കണം. ഇൻവെസ്റ്റിഗേറ്റ് ഓൾ റിപ്പോർട്ട്സ് ഓഫ് ഡിസീസ് ഔട്ട് ബ്രേക്ക് റാപ്പിഡ്ലി. ഒരു ക്യാമ്പിൽ ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പനി ബാധിച്ച ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സാധ്യതകളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എന്തായിരിക്കണം കാരണം? ഈ ഏരിയയിൽ ഉള്ള വാട്ടർ റിസോഴ്സ് അത് കണ്ടാമിനേറ്റ് ആയതാണ് കാരണം എങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും ആ റിസ്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡിസീസിന്റെ സ്പ്രെഡിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, എന്നാൽ പിന്നെ വാക്സിനേഷൻ കൊടുത്താലോ? അതായത് ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ, ഡിസാസ്റ്റർ കഴിഞ്ഞു ഒരുപാട് ആളുകൾ ഈ ഏരിയയിലെ ക്യാമ്പിലൊക്കെ വന്ന് താമസിച്ചു, അവിടെ ഒരു കൊളറ ഔട്ട് ബ്രേക്ക് ഉണ്ട് അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസ് ഔട്ട് ബ്രേക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ടൈഫോയിഡിന്റെ ഔട്ട് ബ്രേക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ വാക്സിൻ അങ്ങ് കൊടുത്താലോ എല്ലാവർക്കും? അതിനുള്ള ആൻസർ ആണ് WHO does not recommend typhoid and cholera vaccine routine use in endemic areas. The newer typhoid and cholera vaccines have increased efficacy, but because they are multi-dose vaccines, compliance is likely to be poor. They have not yet been proven effective as a single large-scale public health measure. Vaccination programs require large number of workers who could be better employed elsewhere. Supervision of sterilization and injection techniques may be impossible, resulting in more harm than good. Above all, mass vaccination may lead to false sense of security about the risk of disease and lead to neglect of effective control measures. അപ്പോൾ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കി, ഏറ്റവും കോമൺ ഡിസീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കി, ഇനി അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ നോക്കി. ആ പ്രിവെൻഷൻ മെത്തേഡിൽ വാക്സിനേഷൻ അങ്ങ് ചെയ്തുകൂടെ? അതാണ് ചോദ്യം. ഏതെങ്കിലും അസുഖം സ്പ്രെഡ് ആയെന്ന് എവിടെയും റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ അതിനെതിരെയുള്ള വാക്സിനേഷൻ എല്ലാവർക്കും അങ്ങ് കൊടുത്താൽ പോരെ? അപ്പൊ അതിന്റെ ഉത്തരവാണ് ഒന്നാമത്തെ കാര്യം, എല്ലാ വാക്സിൻസും, മെജോറിറ്റി വാക്സിൻസും ഒരു ഡോസ് അല്ല 2-3 ഡോസ് ആയിട്ടൊക്കെ എടുക്കേണ്ടതാണ്. അപ്പൊ ഈ ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്, അടുത്ത ആഴ്ച ചിലപ്പോൾ അവർ തിരിച്ചവരുടെ വീട്ടിലേക്ക് വല്ലേ വേറെ സെന്ററിലേക്ക് ഇവാക്യുവേറ്റഡ് ആവാം. ഈ ആൾക്കാർ പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു പോയി അടുത്ത 2ാമത്തെ ഡോസ് ഒന്നും കൊടുക്കാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഡോസ് കൊണ്ട് മാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ടാകത്തില്ല. 2ാമത്തെ കാര്യം, അത്രത്തോളം ആളുകൾക്ക് വാക്സിൻ കൊടുക്കണമെങ്കിൽ അത്രയും സ്റ്റാഫ് വേണം. ഓൾറെഡി ഭയങ്കരമായിട്ട് ഹെൽത്ത് സ്റ്റാഫിനെ എല്ലായിടത്തും ഡിപ്ലോയ് ചെയ്ത ഒരു സാഹചര്യമാണ്, ഡിസാസ്റ്ററിന്റെ ഫേസ് ആണ്. ഓൾറെഡി സ്റ്റാഫിന് ഷോർട്ടേജ് ഉള്ള സാഹചര്യം. അപ്പൊ ഇനി കുറച്ച് സ്റ്റാഫിനെ നമ്മൾ വാക്സിനേഷന് വേണ്ടി കൂടെ ഡിപ്ലോയ് ചെയ്താൽ അത് മറ്റു ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ടാക്കും. അതേപോലെ തന്നെ വാക്സിൻ ഒക്കെ നന്നായിട്ട് സ്റ്റോർ ചെയ്യണം. കോൾഡ് സ്റ്റോറേജ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം, നല്ല സാനിറ്റേഷൻ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യണം, അത് കൊടുക്കാൻ. അതിനൊക്കെ പ്രോപ്പർ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ വാക്സിനേഷൻ പ്രോഗ്രാം പ്രോപ്പറായിട്ട് നടത്താൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോ എല്ലാവരും വാക്സിനേഷൻ അഥവാ ചെയ്തെന്നിരിക്കട്ടെ, അപ്പൊ ആളുകൾ എടുക്കുന്ന പ്രിക്കോഷൻ കുറയും. ഇപ്പൊ ഹൈജീനൊക്കെ ആളുകൾ അത്രത്തോളം ശ്രദ്ധിക്കത്തില്ല, എന്തായാലും അസുഖം വരാനുള്ള റിസ്ക് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ WHO ഒരിക്കലും വാക്സിനേഷൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. However, the vaccines are recommended for health workers. ഈ ബാക്കി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. വാക്സിനേഷൻസ് ആർ റെക്കമെൻഡഡ് ഫോർ ഹെൽത്ത് വർക്കേഴ്സ്. അപ്പം ഒരു ഡിസാസ്റ്റർ ഉണ്ടായ ഏരിയയിൽ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ ആർക്കൊക്കെയാണ് വാക്സിൻ റെക്കമെൻഡഡ്? എല്ലാ ആളുകൾക്കും, പിന്നെ
അസുഖത്തിന്റെ ലക്ഷണം കാണിക്കുന്ന ആളുകൾക്ക് അങ്ങനെ 2-3 ഓപ്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്ന ആർക്കാണ്? ഹെൽത്ത് വർക്കേഴ്സിന് മാത്രം. സപ്ലൈയിങ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് എക്സ്ക്രീറ്റ് കണ്ടിന്യൂ ടു ബി മോസ്റ്റ് പ്രാക്ടിക്കൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രാറ്റജി. വാക്സിൻ ഒന്നും എടുക്കണ്ട, പക്ഷെ ആളുകൾക്ക് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതേപോലെ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് എക്സ്ക്രീറ്റ, ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാറുണ്ട്, യൂറിൻ ആയിക്കോട്ടെ ഫീസ് ആയിക്കോട്ടെ, അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ്സും അതൊരു രീതിയിലും വാട്ടർ റിസോഴ്സിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. ഓക്കെ, ഇനി ബാക്കി ഉള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് ബേസിക് ആയിട്ടുള്ള എന്താണ് ഡിസാസ്റ്റർ, എന്താണ് ഹസാർഡ്, എന്തൊക്കെയാണ് ഡിസാസ്റ്ററിന്റെ സമയത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള, അതായത് ഡിസാസ്റ്റർ കാരണം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, മോബിലിറ്റിയെ നമുക്ക് എങ്ങനെയൊക്കെ തിരിക്കാം, ഇനി ഓരോ ടൈപ്പ് ഡിസാസ്റ്ററിലും ഉണ്ടാവാൻ ചാൻസ് എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് ഡിസാസ്റ്റർ, അതിൽ തന്നെ വാർഫെയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കി. അത് കഴിഞ്ഞ് എർത്ത് ക്വേക്കിന്റെ, അതുപോലെ ഓരോ ഡിസാസ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി. എർത്ത് ക്വേക്കിന്റെ, ഫ്ലഡിന്റെ, ഡ്രോട്ടിന്റെ, ഫെമൈന്റെ ഒക്കെ നോക്കി. അത് കഴിഞ്ഞ് ഡിസാസ്റ്റർ റെസ്പോൺസ് പറയുന്നതിനകത്ത് 3 സ്റ്റെപ്സ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിലുള്ള സ്റ്റെപ്സ്, അത് നമ്മൾ നോക്കി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഡയഗ്രമാണ്. ഡിസാസ്റ്റർ കഴിഞ്ഞുള്ള ഫേസിൽ വരുന്നതാണ് റെസ്പോൺസ്, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ. ബിഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഫേസിൽ വരുന്നതാണ് മിറ്റിഗേഷൻ, പ്രിപ്പയർഡ്നെസ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കാഷ്വാലിറ്റീസിനെ കൺസിഡർ ചെയ്യുന്നത്, ഇങ്ങനെയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. സെർച്ച് ആൻഡ് റെസ്ക്യൂ, ഫസ്റ്റ് എയ്ഡ്, ട്രയാജ്, സ്റ്റെബിലൈസേഷൻ ഓഫ് വിക്ടിംസ്, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പേഷ്യൻസ് ടു അതർ ഹോസ്പിറ്റൽസ് ഇഫ് നെസസറി. അതിൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഒക്കെ നമ്മൾ നോക്കി. അതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ട്രയാജ്. ട്രയാജിന്റെ ഡെഫിനിഷൻ, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ഏറ്റവും വലിയ യൂസ് എന്താണ്, എങ്ങനെയാണ് കളർ കോഡ് സിസ്റ്റം, ഓരോ കളറും എന്താണ് ഡെനോട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ റെഡ് റിസ്ക് വെച്ച് പറയുകയാണെങ്കിൽ റെഡ് മാക്സിമം റിസ്ക്, യെല്ലോ മീഡിയം റിസ്ക്, ഗ്രീൻ മിനിമം റിസ്ക്. അതല്ലാതെ ഏറ്റവും എമർജൻസി ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചാലും റെഡ് ആണ് ആൻസർ. ഇനി ആംബുലേറ്ററി പേഷ്യൻസ് എന്ന് ചോദിച്ചാൽ ഗ്രീൻ ആണ്. ഡെഡ് പേഷ്യൻസ് ബ്ലാക്ക്, മോറിബൺ പേഷ്യൻസും ബ്ലാക്ക് കാറ്റഗറിയാണ്. ടാഗിങ് എന്താണ്, ടാഗിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഡെഡ് ആ സമയത്ത് ഉണ്ടാകുന്ന ഡെഡ് ബോഡീസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അത് കാരണം ഉണ്ടാകുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്. റിലീഫ് ഫേസ് എന്ന് പറയുന്നത് എക്സ്റ്റേണലി ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അല്ലെങ്കിൽ സപ്ലൈ, റിലീഫ് കിട്ടി തുടങ്ങുന്ന ഫേസ് ആണ്. എങ്ങനെയാണ് സപ്ലൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന റിസ്ക് ഇൻഫെക്ഷൻസ് ഏതൊക്കെ, ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഏതാണെന്ന് നോക്കി. അതേപോലെ എക്സാമ്പിൾ ലെപ്റ്റോസ്പൈറോസിസ്, ഒറീസ 1999. ഏറ്റവും കോമൺ ഇൻഫെക്ഷൻ ഏതാണ്, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. സെക്കൻഡ് കോമൺ ഇൻഫെക്ഷൻ ഏതാണ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അതേപോലെ വെക്ടർ ബോൺ ഇൻഫെക്ഷൻസ്, വെറ്റിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വെറ്റിനറി സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നൊക്കെ നോക്കി. ഇനി ഡിസീസിന്റെ കൺട്രോളിൽ വാക്സിനേഷൻ ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ, ആർക്കാണ് വാക്സിനേഷൻ WHO റെക്കമെൻഡ് ചെയ്യുന്നത്, ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മാത്രം, അല്ലാതെ ആളുകൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ ഒരുപാട് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ പ്രോപ്പർ സാനിറ്റേഷൻ, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് എക്സ്ക്രീറ്റ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.